വിശ്വസ്തത എത്ര വലുതാണല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചെറുതായിട്ട് ചിന്തിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുശവൻ്റെ കയ്യിലെ കളിമണ്ണെന്ന പോലെ നമ്മളെ ദൈവം പണിയുന്നൊരു ദൈവമാണ്. യെരമ്യാ പ്രവാചകൻ 18:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ യെരമ്യാവിൻ്റെ അടുത്ത് ദൈവം പറയുന്നത്, നീ ഒരു കുശവൻ്റെ ആലയിൽ ചെന്നിട്ട് അവിടെ എങ്ങനെയാണ് കുശവൻ തന്നെ പണി ചെയ്യുന്നതെന്ന് നോക്കാൻ പറഞ്ഞു. യെരമ്യാവ് അതേപോലെ ചെല്ലുകയാണ്. കുശവൻ്റെ വീട്ടിലെത്തി. ചെന്ന് കഴിഞ്ഞപ്പോൾ കുശവൻ അവിടെ നിന്ന് ആ ചക്രത്തിൻ്റെ ഫ്രണ്ടിലിരുന്നിട്ട് ആ കുശവൻ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് തെറ്റിപ്പോയി. എന്ന് വെച്ചാൽ ആ കുശവൻ്റെ കയ്യിലിരിക്കുന്ന പോട്ട് ചീത്തയായിപ്പോയി. പക്ഷേ കുശവൻ അത് കളയുന്നില്ല, ആ ഒരു പോട്ടിനെ കളയുന്നില്ല, തനിക്ക് ഇഷ്ടമുള്ളതാക്കി മാറ്റുകയാണ്. അതേപോലെ റോമർ 1:9-20-21 പറയുന്നൊരു വാക്യം, തനിക്ക് ഇഷ്ടമുള്ളതുപോലെ താൻ തൻ്റെ പാത്രത്തെ മാറ്റുമെന്നാണ്. എന്ന് വെച്ചാൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടും കോമൺ ആയിട്ടും യൂസ് ചെയ്യേണ്ട പാത്രം പോലെ തനിക്ക് ഇഷ്ടമുള്ളതിനെ മാറ്റുമെന്നാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കേണ്ടായി, കർത്താവേ, ഈ ഒരു പ്രോസസ്സിൽ ദൈവം ഏറ്റവും അധികമായിട്ട് ഒരു കളിമണ്ണ്, സാധാരണ ഒരു കളിമണ്ണ് എടുത്തു കഴിഞ്ഞാൽ വെറും പൊടിയാണെന്നുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് വലിയ ഉപകാരമില്ല. വെള്ളമൊഴിച്ച് 2 ദിവസത്തേക്ക് അത് സോക്ക് ചെയ്ത് വെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സോക്ക് ചെയ്ത മണ്ണിനെ ദൈവം ഒന്നും കൂടിയിട്ട് ഉടച്ച് മെനയണം. അത് കഴിഞ്ഞിട്ടാണ് വീലിലോട്ടിടുന്നത്. വീലിലിട്ട് കഴിഞ്ഞ് തനിക്ക് ഇഷ്ടമുള്ള പാത്രമാക്കി കഴിഞ്ഞാലും അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിനെ തീച്ചൂളയിലൂടെ വെക്കും. എന്തിനാ? അത് മോൾഡ് ചെയ്യാനായിട്ട്, അതിനൊന്ന് കട്ടി വരാൻ വേണ്ടി. ഇന്ന് പലപ്പോഴും നമ്മൾ അതേപോലെയാണ്. കുശവൻ്റെ കയ്യിലെ കളിമണ്ണെന്ന പോലെ, കുശവൻ്റെ കയ്യിലെ പാത്രമെന്ന പോലെ, കുശവൻ്റെ കയ്യിലെ ഇഷ്ടമുള്ള ക്ലേ ആയിട്ടൊന്ന് മാറാനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. അവിടെ നിന്ന് നമ്മളെ ഒന്ന് പണിയാനൊന്ന് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്താട്ടെ. നമ്മളുടെ ഹൃദയങ്ങളെ ദൈവം ശുദ്ധീകരിക്കേണ്ടതിന്, നമ്മുടെ ചിന്തകളെ ദൈവം മാറ്റേണ്ടതിന് ആ കുശവൻ്റെ കയ്യിലെ കളിമണ്ണെന്ന പോലെ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചാട്ടെ. അപ്പോൾ അങ്ങേക്ക് ഹിതമുള്ള പാത്രമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. Pani
സമർപ്പിക്കുന്നു കർത്താവേ. യേശുവേ കർത്താവ്, ഇന്ന് ഞങ്ങളെ മെനയുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിൻ്റെ തികവോളം ഞങ്ങളെ നടത്തുവാൻ വിശ്വസ്തനെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഇന്ന് കർത്താവേ, അങ്ങ് കർത്താവ് ഞങ്ങൾ വിളിച്ചത് ക്രിസ്തു എന്ന തലയോളം വളരുവാനാകുന്നുവല്ലപ്പാ. അതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് കർത്താവേ, ഞങ്ങളിൽ കർത്താവേ, ഞങ്ങളിൽ കർത്താവേ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് കർത്താവെ ഞങ്ങളിൽ ഉള്ളതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ആശ്ചര്യത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷമാകയാൽ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. അപ്പാ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് പകർന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. യേശുവേ, അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് തന്നെ. ആമേൻ. ഇന്ന് നമ്മുടെ ദൈവത്തിന് കഴിയാത്തതായിട്ട് വല്ലതും ഉണ്ടോ? അയ്യോ, ദൈവത്തിന് കഴിയാത്തതായിട്ട് വല്ലതും ഉണ്ടോ? നമ്മൾ എന്തിനാ ഇപ്പൊ ഭയപ്പെടുന്നത്? നമ്മൾ എന്തിനാ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന പ്രതികൂലങ്ങളെ കണ്ട് നമ്മൾ പതറുന്നത്? അല്ലേ? ദൈവത്തിന് ഇന്ന് ഫിസിക്സ് ഒരു ഇതല്ല, ബയോളജി ഒരു കാര്യമല്ല. കുരുടന് കാഴ്ച കൊടുത്ത ദൈവമാണ് നമ്മുടെ ദൈവം, അല്ലേ? ചെകിടന് കേൾവി ശക്തി കൊടുത്ത ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ പാടി ആരാധിച്ച് സ്തുതിക്കാം.
എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. വെണ്ണല്ല വെള്ളിയുമല്ല ഉള്ളതോ നിനക്കു നൽകാം, എഴുന്നേറ്റു നടക്കാം യേശുവിൻ നാമത്തിൽ. പൊന്നില്ല വെള്ളിയുമില്ല ഉള്ളതോ നിനക്കു നൽകാം, എഴുന്നേറ്റു നടക്കാം യേശുവിൻ നാമത്തിൽ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതി. അസാധ്യമായൊന്നും അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ. അധികാലത്തിൽ നിന്നെ പോലാരുമില്ലേ. അസാധ്യമായി അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ. അധികാലത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്നുള്ളൂ. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്നുള്ളൂ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. എനിക്ക് പുകഴാൻ, എനിക്ക് പുകഴാൻ ആരും ഈ ഭൂമിയിലില്ലേ. യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എനിക്ക് പുകഴാൻ ആരും ഈ ഭൂമിയിലില്ലേ. യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എൻ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്നുള്ളൂ. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്നുള്ളൂ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. അസാധ്യമായൊന്നും അസാധ്യമായി ഒന്നും ഞാൻ കാണുന്നില്ലേ. അധികാരത്തിൽ നിന്നെ പോലാ
മതിയേ, ഒരു വാക്കു മതി, എനിക്കതു മതിയേ, ഒരു വാക്കു മതി, എനിക്കതു മതിയേ, ഒരു വാക്കു മതി, എനിക്കതു മതിയേ. എനിക്ക് പുകഴാൻ ആരും ഈ ഭൂമിയിലല്ലേ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എനിക്ക് പുകഴാൻ ആരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എൻ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും, നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി, എനിക്കതു മതിയേ, 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 ഒരു വാക്കു മതി, ഒരു വാക്കു മതി, എനിക്കതു മതിയേ, 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 ഒരു വാക്കു മതി, എനിക്കതു മതിയേ. അപ്പാ അങ്ങയുടെ ഒരൊറ്റ വാക്ക് മതി കർത്താവേ, എൻ്റെ ജീവിതം മാറുവാൻ കർത്താവേ. എൻ്റെ കർത്താവേ, ഓ എനിക്കുള്ളതെല്ലാം കർത്താവേ, ഒന്നിലും എനിക്ക് പുകഴാനില്ല കർത്താവേ, അങ്ങ് നൽകിയതല്ലാതെ കർത്താവേ. എന്നെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന എൻ്റെ അപ്പനെ അങ്ങ് ഞാൻ ആരാധിക്കുന്നു കർത്താവേ, അങ്ങേ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നു കർത്താവേ. ഇന്ന് കർത്താവേ അങ്ങുമായിട്ടുള്ള ആഴബന്ധത്തിലോട്ട് കർത്താവേ എന്നെ കർത്താവേ കൂടുതലായി കർത്താവേ, കൂടുതലായി ഒരു പടി കൂടുതൽ കർത്താവേ എന്നെ നടത്തുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു കർത്താവേ. എന്നെ നന്നായിട്ട് അറിയുന്നവനെ, എൻ്റെ അന്തരംഗങ്ങളെ അറിയുന്നവനെങ്കിൽ ഞാൻ ഇന്ന് ആരാധിക്കുന്നു കർത്താവേ. എന്നെ കണ്ട ദൈവമെങ്കിൽ ഞാൻ ഇന്ന് ആരാധിക്കുന്നു, എന്നെ പേര് ചൊല്ലി വിളിച്ച ദൈവമെങ്കിൽ ഞാൻ ഇന്ന് ആരാധിക്കുന്നു യേശുവേ. എന്നെ നന്നായി അറിയുന്നോനെ, എന്നെ നന്നായി മെനയുന്നോനെ, എന്നെ നന്നായി അറിയുന്നോനെ, എന്നെ നന്നായി മെനയുന്നോനെ. സഭ പാടിയാണ്. കുറവുകൾ മാറ്റും എന്നോടമസ്തനെ, വില നൽകിയ എൻ്റെ യജമാനനെ. കുറവുകൾ മാറ്റും എന്നോടമസ്തനെ, വില നൽകിയ എൻ്റെ യജമാനനെ. എന്നപ്പനെ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എന്നപ്പനെ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ, ഞാൻ എന്താകുന്നുവോ അതേപോലെ തന്നെ അങ്ങനെ പാദപീഠത്തിൽ വന്നു നിൽക്കുന്നു കർത്താവേശുവേ. മുറ്റും നൽകുന്നു എന്നെ, മുറ്റും മുറ്റും നൽകുന്നേ. ദാനിയേലെ പോൽ പ്രാർത്ഥിച്ചില്ല
പത്രോസിനെ പോലെ അങ്ങേ തള്ളി പറഞ്ഞ കർത്താവേ, ഓ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് കർത്താവേ. യോനായെ പോലെ അങ്ങയുടെ പദ്ധതിയിൽ നിന്ന് ഓടി ഒളിച്ചവനായിരുന്നു ഞാൻ. പക്ഷേ എന്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, എന്റെ അപ്പൻ എന്റെ കൂടെ ഉള്ളത് കൊണ്ട്, അങ്ങനെ വിളിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അതെ കർത്താവേ, എന്നെ തന്നെ അങ്ങേക്കായിട്ട് നൽകുന്നു കർത്താവേ. യേശുവേ എന്നെ മുറ്റും. പലപ്പോഴും ദാനിയേലെ പോലെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല കർത്താവേ. മുറ്റും നൽകുന്നു, എന്നെ മുറ്റും മുറ്റും നൽകുന്നു. ദാനിയേലെ പോൽ പ്രാർത്ഥിച്ചില്ല ഞാൻ, ദാവീദിനെ പോൽ സ്നേഹിച്ചില്ല ഞാൻ. ഇന്ന് ദൈവം വിളിക്കുകയാണ് ദാനിയേലെ പോലെ പ്രാർത്ഥിക്കുവാൻ. ദാവീദിനെ പോലെ പിതാവിനെ സ്നേഹിക്കുവാൻ. സ്നേഹിച്ചില്ല ഞാൻ ആദോക്കിനെ പോലെ, ആദോക്കിനെ പോൽ കൂടെ നടന്നില്ല ഞാൻ, ആദോക്കിനെ പോൽ കൂടെ നടന്നില്ല ഞാൻ. എന്റെ യേശുവേ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എന്നാ പറഞ്ഞേ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എന്നെ മുറ്റും മുറ്റും നൽകുന്നു, എന്നെ മുറ്റും മുറ്റും നൽകുന്നു. പത്രോസിനെ പോൽ തള്ളിപ്പറഞ്ഞവൻ ഞാൻ, യോനായെ പോലെ പിന്തിരിഞ്ഞവൻ ഞാൻ. പത്രോസി, അതെ അപ്പാ, എന്റെ അടുത്ത് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യോനായെ പോലെ കർത്താവേ, അങ്ങയുടെ പദ്ധതി വിട്ടു പോയപ്പോഴും അപ്പാ അങ്ങയുടെ കരം എന്നെ തേടി വന്നുവല്ലോ കർത്താവേ. അതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. ഞാൻ വാടി തളർന്നു, ഓടി മടുത്തു, എന്നാൽ അങ്ങയുടെ കൃപ എനിക്ക് മതി. എന്നെ മുറ്റുമായിട്ട് അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവേ. അങ്ങയുടെ പദ്ധതിയിൽ നിന്ന് ഞാൻ കർത്താവേ
ഓടി ഒളിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ, അങ്ങയുടെ ഹിതത്തിൽ നിന്ന് കർത്താവെ ഞാൻ മാറി നടന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഇന്ന് അങ്ങനെ റീസ്റ്റോർ ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. യേശുവേ, അങ്ങയുടെ ബാലശിഷ്യാലനെ നടത്തുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു കർത്താവേ. കർത്താവേ, ഇന്ന് എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതമത്രേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നടക്കേണ്ടതിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. കുശവൻ്റെ കയ്യിലെ കളിമണ്ണെന്ന പോലെ അങ്ങ് ഞങ്ങളെ പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ, നുറുങ്ങിയ ഹൃദയമുള്ളവർക്ക് അങ്ങ് സമീപസ്ഥനാകുന്നുവല്ലോ കർത്താവേ. അങ്ങയുടെ തൈലം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ അളവില്ലാത്ത പരിശുദ്ധാത്മാവിനെ അയച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സകലവും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മുടെ മുന്നിലായിട്ടുണ്ട്. നമുക്കൊരു കുറിവാക്യം വായിച്ചിട്ട് മേശയിലേക്ക് കിടക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിൻ്റെയും ഒച്ച ആലയത്തിൽ കേൾക്കുവാനായില്ലായിരുന്നു. 6-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ആലയത്തിൻ്റെ പണിയെക്കുറിച്ച് പറഞ്ഞു വരികയാണ്. അവിടെ 2-ാം വാക്യം പറയും, ശലോമോൻ രാജാവ് യഹോവയ്ക്ക് പണിത ആലയം 60 മുഴം നീളവും 20 മുഴം വീതിയും 30 മുഴം ഉയരവും ഉള്ളതായിരുന്നു. ആ ആലയത്തിൻ്റെ പണിയെക്കുറിച്ച് പറഞ്ഞ് താഴേക്ക് വന്നിട്ട് ആലയത്തിൻ്റെ ചുമരുകളെക്കുറിച്ച്, സ്ട്രക്ചർ പണിയതിനെ കുറിച്ച് പറയുക. വെട്ടുകുഴി വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ. അപ്പൊ കല്ലുകൾ ആലയം പണിയുന്നതിന് കൊണ്ടുവന്ന ആ കല്ലുകൾ വെട്ടുകുഴി എന്ന് വെച്ചാൽ ക്വാറിയിൽ നിന്ന് വെച്ച് തന്നെ പണി തീർത്ത് ആ കല്ലുകൾ കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയുക, അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴ മുതലായി യാതൊരു ഇരുമ്പായുധത്തിൻ്റെയും ഒച്ച ആലയത്തിൽ കേൾക്കുവാനില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ശലോമൻ ആലയം പണിയാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ പണിക്കാരൊക്കെ ക്വാറിയിൽ വെച്ച് തന്നെ ആ ഓരോ 30 അല്ലെങ്കിൽ 10 അടി നീളമൊക്കെയുള്ള കല്ലുകളൊക്കെ വെടിപ്പാക്കി അവിടെ വെച്ച് തന്നെ കറ തീർത്ത് അല്ലെങ്കിൽ ചുളിവ് തീർത്ത് അവിടെ വെച്ച് അതിൻ്റെ എഡ്ജൊക്കെ കറക്റ്റാക്കി ചെത്തി മിനുക്കി വെടിപ്പാക്കിയിട്ടാണ് ആ ക്വാറിയിൽ നിന്ന് ആ കല്ലുകൾ ആലയത്തിൽ കൊണ്ടുവന്നിട്ട് ആലയം പണിയുന്നത്. ആ ആലയത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഇരുമ്പിൻ്റെ ഒരൊച്ചയോ അല്ലെങ്കിൽ മഴുവിൻ്റെ ഒരൊച്ച പോലും കേൾക്കാൻ പാടില്ല എന്നായിരുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കൽപ്പന എന്ന് പറയുന്നത്. ഞാൻ ഒരു കൂടി വായിക്കാം. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ ക്വാറിയിൽ വെച്ച് തന്നെ കുറവ് തീർത്തത് കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴ മുതലായി യാതൊരു ഇരുമ്പായുധത്തിൻ്റെയും ഒച്ച ആലയത്തിൽ കേൾക്കുവാനില്ലായിരുന്നു. ഇതായിരുന്നു ദൈവത്തിൻ്റെ പഴയ നിയമത്തിലെ കൽപ്പന. ആലയം പണിയുന്നത് അങ്ങനെയാണ്. പഴയ നിയമത്തിൽ ആലയം പണിയുമ്പോൾ യാതൊരു ഒച്ചപ്പാടോ ബഹളമോ ഒരു ഇരുമ്പിൻ്റെ ഒരു മഴ വെച്ച് കൊട്ടുന്ന ഒരൊച്ച പോലും കേൾക്കാൻ പാടില്ലായിരുന്നു എന്നായിരുന്നു പഴയ നിയമ ആലയത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. നമുക്ക് പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ 1 പത്രോസ് ലേഖനം 2-ാം അധ്യായം അതിന് നമുക്ക് എല്ലാവർക്കും സുപരിതമായ വേദവാക്യമാണ്. അത് 2:5 പറയുന്നു. 1 പത്രോസ് 2:5, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാക്കേണ്ടതിന് പണിയപ്പെടുകയാണ്. പുതിയ നിയമത്തിന് ആലയം പണിയുന്നത് വ്യത്യസ്തമായിട്ടാണ്. ഇവിടെ പഴയ നിയമത്തിൽ ആലയം പണി തീർത്ത് പോളിഷ് ചെയ്തിട്ട് ആലയിൽ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് പറക്കി വെക്കുക. കാരണം ഒരൊച്ച പോലും കേൾക്കാൻ പാടില്ലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലെ റോട്ടിൽ കൂടി പോയ ചെറിയ വ്യത്യസ്തമായ കൾച്ചറുകളിൽ ജനിച്ചു വളർന്ന നമ്മളെ ഒരു സുപ്രഭാതത്തിൽ അവൻ്റെ വചനം കേട്ട് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ സത്യത്തിൽ നമ്മളാകുന്ന കല്ലുകൾ, ഇവിടെ വായിച്ചതുപോലെ നിങ്ങൾ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടത് പണിയപ്പെട്ടു വരികയാണ്. ഇവിടെ കറ തീർക്കുന്നത് അല്ലെങ്കിൽ പണി തീർക്കുന്നത് വിളിക്കുമ്പോൾ തന്നെയല്ല നമ്മുടെ ആലയത്തിന് ആ കല്ലുകളാക്കി എന്താ പറയുക വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കറ പണി തീർത്ത് യാതൊരു കോച്ചവുമില്ലാതെ യാതൊരു വിധമായ എന്താ പറയുക വ്യത്യാസങ്ങളുമില്ലാതെ അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. റോട്ടിൽ കൂടി പോയ വലിയ വ്യത്യസ്തമായ പാപത്തിന് ചേറ്റിൽ കിടന്ന എല്ലാവിധമായ ദുർമോഹങ്ങളും ചിന്തകളൊക്കെ ജീവിച്ച നമ്മളെ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ കരുണ തോന്നിയത് കൊണ്ട് അവൻ അവൻ്റെ വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുക.
നമ്മളാകുന്ന ഈ ആത്മീയ ഗൃഹം പണിതുകൊണ്ടിരുന്ന കല്ലുകൾ, അത് പഴയ നിയമത്തിലെ ആലയത്തിലെ പണി തീർന്ന കല്ലത്. അവിടെ കൈ തൊട്ടാൽ താഴേക്ക് പോളിഷ്, അത്ര പോളിഷ്. അത് യാതൊരു കോശം അതിനില്ല. കല്ലെടുത്ത് വെച്ചാൽ അതുപോലെ കറക്റ്റ് ആയിട്ടിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ അങ്ങനെയല്ല, കുറവുകളേ ഉള്ളൂ. നമ്മളെ കല്ലുകൾ പാറക്കഷത്തിൽ പൊട്ടിച്ച മൂർച്ചയുള്ള എഡ്ജ് പോലെയാണ് നമ്മുടെ കല്ല് നമ്മളൊക്കെ ഇരിക്കുന്നത്. നമ്മുടെ കുറവ് തീർക്കുന്നത് പുറത്തു വെച്ചല്ല, ഈ ആലയത്തിനകത്ത് കൊണ്ടുവന്നിട്ട് ദൈവം നമ്മുടെ കുറവുകൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. കുറവ് തീർക്കുന്നത് നമ്മൾ യഥാർത്ഥ കല്ലുകളായി ആത്മീയ ഗൃഹമായി പണിയപ്പെടുന്നത് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടിട്ട്. അതുകൊണ്ട് സഭ ഒരു ദിവസം പോലും മുടങ്ങാൻ പാടില്ല എന്ന് വേദോസം അടിവരായിട്ട് പഠിപ്പിക്കുന്ന പ്രാധാന്യം അത്രമാത്രമുണ്ട്. ഞാൻ ഒരു ആലയത്തിന് കല്ല, ഞാൻ ആ കല്ല് ഇരിക്കേണ്ടത് ഇരുന്നില്ലെങ്കിൽ ആ ബിൽഡിങ്ങിന്, ആ കൂട്ടായ്മക്ക് ബലക്ഷയമുണ്ടാകുമെന്ന് ഒരു വ്യക്തി തീരുമാനിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥമായ വീണ്ടും ജനിക്കപ്പെട്ടവനായി, അല്ലെങ്കിൽ ദൈവത്തിന്റെ മനസ്സറിയുന്ന ദൈവത്തിന്റെ പൈതലായി തീരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറഞ്ഞതുപോലെ നമ്മളും ആത്മീയ ഗൃഹമായി ഓരോ കല്ലുകൾ എന്ന പോലെ പെറുക്കി പണിതുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ഒന്നിൻ്റെ മുകളിൽ എന്നെടുത്ത് വെക്കുമ്പോൾ കുറവ് കാരണം എഡ്ജൊക്കെ മൂർച്ചയുള്ളതാ. ഒരുപക്ഷെ നടന്നു പോകുമ്പോൾ അവിടെ ഇവിടെ ആ കല്ലിൻ്റെ മൂർച്ച കൊണ്ട് മറ്റുള്ളവർക്ക് മുറിയാനിടയുണ്ട്. ഇതൊക്കെ സംഭവിക്കാനിടയുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാ പുതിയ നിയമസഭയിലേക്ക് ആത്മീയ കല്ലുകളായി ദൈവം നമ്മെ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ വഴക്കിട്ട് പോകുകയല്ല, അവിടെ പോര് വിളിക്കുകയല്ല, അവിടെ യഥാർത്ഥ കല്ലുകളായി പണി തീർത്ത കല്ലുകളെ പോലെ നമ്മൾ ഒരുമിച്ച് പണിയപ്പെടുക എന്നുള്ളതാണ് ദൈവ ഇഷ്ടം എന്ന് പറയുന്നത്. നമുക്കൊരു വാക്യം കൊണ്ട് നോക്കാം. നമ്മുടെ ഇവിടെ പറയുന്നത് പോലെ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം. യാക്കോബിന്റെ ലേഖനം 4-ന്റെ 1-ാം വാക്യം പറയുക, നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. ഞാൻ താഴെ അത് വിടുക, ആ വാക്യം മാത്രം എടുക്കുക. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? ഹല്ലേലൂയ. ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെയാണ് ഞാനും നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നത്, ഈ ആലയത്തിൽ കടവന്നിരിക്കുന്നത്. പക്ഷേ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ഒച്ചപ്പാടുകൾ, ബഹളങ്ങൾ ഇല്ലാതെ ഒരു ആലയം ഉണ്ടാക്കാൻ തന്നെയാണ്. അത് എത്രത്തോളം വേഗത്തിൽ നമ്മൾ പണിയപ്പെടുന്നുവോ അത്രത്തോളം ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം കഴിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും നിന്നയും പരിഹാസങ്ങളുമായി ദൈവനാമം ദുഷിക്കത്തക്ക വണ്ണമുള്ള ഒരു ജീവിതം കഴിച്ച് നമ്മൾ സ്വർഗത്തിലെ ദൈവത്തെ പ്രസാദിപ്പിക്കാതെ ഈ ജീവിതത്തിന്റെ താളുകൾ മറിച്ച് ജീവിക്കേണ്ടി വരും എന്ന കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം കഴിപ്പാൻ വേണ്ടിയാ. പഴയ നിയമത്തിൽ ആലയം പണിയുമ്പോൾ പണി തീർത്തിട്ട് ആ കല്ലുകൾ ആലയത്തിൽ കൊണ്ട് വെച്ചാൽ ഒരു ശബ്ദം പോലും കേൾക്കത്തില്ല. അതാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ കുറവുകളുണ്ട്. ആ കുറവുകൾ വരുമ്പോൾ, കാണുമ്പോൾ, നമ്മളാവുന്ന കല്ലുകളെ മൂർച്ച മറ്റുള്ള മുറിപ്പെടുത്തുമ്പോൾ അവിടെ ഈ പറഞ്ഞ ശണ്ഠയും കലഹവും വരുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് വരാതിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് നമ്മുടെ അകത്തുള്ള ഭോഗേച്ഛകളിൽ പൊങ്ങി വരികയാ. നമ്മൾ തന്നെയാ കാരണക്കാരൻ, ഞാനാണ് പ്രശ്നക്കാരെന്ന് ഒരുവൻ തിരിച്ചറിയുമ്പോൾ ഇതിനെല്ലാം നമ്മൾ വിടുതൽ പ്രാപിക്കുകയാണ്. 3-ാം അധ്യായം 16-ാം വാക്യം പറയുക, 3-ന്റെ 16 യാക്കോബിന്റെ ലേഖനം. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. ഓക്കെ, ഇതൊക്കെ എവിടെന്നാ? ഈർഷ്യവും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. നമ്മുടെ ലക്ഷ്യം ദൈവം നമ്മളെ ആത്മീയ ഗൃഹമായി ഇവിടെ പണിയപ്പെടുന്നത് നിത്യതയ്ക്ക് വേണ്ടിയാ. ഭൂമിയിൽ നന്മകൾ പ്രാപിച്ച് ഭൂമിയിൽ പേരുംപരമയായി ജീവിക്കാൻ വേണ്ടിയല്ല. നമ്മുടെ മഹത്വം ഇവിടെ കാണിക്കാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ വിളിച്ചത് നിത്യതയ്ക്ക് വേണ്ടി പണിതെടുക്കാൻ വേണ്ടിയാ. ആ യേശുവിനെ പോലെ പണിതെടുത്ത് ഈ ഭൂമിയിൽ ശണ്ഠവും കലഹമില്ലാത്ത ഒരാലയം പണിതെടുക്കാൻ വേണ്ടിയാ സ്വർഗത്തിൽ ദൈവം ഇന്നും കാത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകൾ, വാശികൾ, ശാഠ്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ അവയവങ്ങളിൽ കിടക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ആലയം പണിയുന്നത് പോലെ ആ ഒരു ആലയം സ്വപ്നം കൊണ്ട് ആ കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ആലയത്തിന് വേണ്ടി നമ്മൾ സമർപ്പിച്ചു കൊടുത്തേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെ കണ്ണെടുക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണടച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കർത്താവിനോട് പറ, കർത്താവേ, പഴയ നിയമത്തിൽ ശലോമോന്റെ ആലയം പണിയുമ്പോഴൊക്കെ പണി തീർത്ത്, ക്വാറിയിൽ വെച്ച് തന്നെ പണി തീർത്ത് ഒരു ശബ്ദം പോലും ആലയം പണിയുമ്പോൾ ഉണ്ടാകത്തില്ലായിരുന്നല്ലോ. ഇന്ന് കർത്താവേ, ആത്മീയഗ്രഹമായ പുതിയ നിയമസഭ ഞങ്ങൾ പണിയുമ്പോൾ ഇവിടെ ആ ശാഠ്യവും കലക്കവും ഒക്കെ കാണുന്ന കർത്താവേ, ഇത് ഞങ്ങളുടെ കുറവുകൾ തന്നെയാണെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ഹൃദയം ഇന്ന് പകൽക്കാലം ഓരോ ദൈവജനത്തിനകത്ത് കൊടുക്കുവാൻ ഞങ്ങൾ സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നപ്പ. എന്നിൽ നിന്ന് ഒരു ശബ്ദം പോലും ഉണ്ടാകത്തില്ലെന്ന് വിളിച്ചു പറയാൻ കഴിയത്തക്ക വണ്ണം
ദൈവത്തിന്റെ അത്ഭുതകരം എന്ന് ഓരോ വാഞ്ചിക്കുന്നവരെ, അതിനുവേണ്ടി ദാഹിക്കുന്നവർക്ക്, അതിനുവേണ്ടി വാഞ്ചിക്കുന്നവർക്ക് ഇന്ന് നിറച്ചു കൊടുപ്പാൻ കഴിവുള്ള പരിശുദ്ധാത്മാവേ, ഓരോ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ആ പഴയ നിയമത്തിലെ ശലോമോന്റെ ആലയം പണിയുമ്പോൾ ആലയത്തിൽ ഒരു ശബ്ദം പോലും, മഴുവിന്റെയോ ചുറ്റിയുടെ ശബ്ദം പോലും കേൾക്കാൻ കഴിയാതെ വണ്ണം ഇരുന്നത് പോലെ ഞങ്ങളായിരിക്കുന്ന ഈ ആത്മീയ ഗൃഹത്തിൽ പണിയപ്പെടുമ്പോൾ കർത്താവേ, എന്നിൽ നിന്ന് ഒരു ശബ്ദം പോലും കേൾക്കാൻ കഴിയാതെ വണ്ണം കർത്താവ് ഞങ്ങളെ പണിയണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണപ്പാ. ഇതുവരെ ആ ശബ്ദമുണ്ടാക്കിയവരാ, ആ ശാഠ്യം കാണിച്ചവരാ ഞങ്ങൾ. എന്നാൽ ഇന്ന് ആ കേട്ട വചനത്തിന് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചൊരു കർത്താവുണ്ട്. ഞങ്ങളെ സ്നേഹിച്ച പാപികളായിരിക്കും ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവ്. അവന്റെ സ്നേഹമോർത്തുകൊണ്ട്, ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വലിയ നിത്യത ഓർത്തുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ എല്ലാ ശാഠ്യങ്ങളും കലകങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ ഉപേക്ഷിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. കർത്താവിന് ഒരിക്കൽ പോലും ഞങ്ങളുടെ നാവുകളിൽ ആ ശബ്ദം വരാതിരിപ്പാൻ, അവന്റെ ആലയം പണിയുമ്പോൾ, അവന്റെ വിശുദ്ധ ആലയം പണിയുമ്പോൾ ഒരു ശബ്ദം പോലും കേൾക്കാൻ ഞങ്ങളുടെ നാവിൽ നിന്ന് വെറുതെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. അതെല്ലാം ഞങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛയെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ ശാഠ്യം, ഞങ്ങളുടെ കലക്ക്, ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഞങ്ങളുടെ മാത്രമാണ്. അപ്പൊ അതിനി ഒരിക്കൽ പോലും ഉണ്ടാകാതിരിപ്പാൻ തക്കവണ്ണം ഞങ്ങളിതാ പകൽക്കാലം സഭയായി അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് കർത്തൃമേശനായിരിക്കുമ്പോൾ വിശുദ്ധിയോടെ, സമർപ്പണത്തോടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവം വെറുക്കുന്നതിനെ ഞാനും വെറുത്തുകൊണ്ട് അതിലേക്ക് കരങ്ങൾ നീട്ടുവാൻ കർത്താവ് ഞങ്ങളെല്ലാ കരകൾക്കും ഹൃദയങ്ങൾക്കും കർത്താവ് കരുത്ത് നൽകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് വചനത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ട എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. വളരെ വിശുദ്ധിയോടെ, വളരെ കർത്താവ് പ്രാഗൽഭ്യത്തോടെ അങ്ങയുടെ മേശയിൽ നിന്ന് ഭക്ഷിക്കുവാൻ അങ്ങയുടെ ജനത്തെ ഇത് പകൽക്കാലം അവിടുത്തെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളെ കർത്താവ് പുതിയൊരു ജീവിതം കഴിപ്പാൻ, പുതിയൊരു കർത്താവ് ഒരു പുതിയ സമർപ്പണത്തോടെ പുതിയൊരു ജീവിതം കഴിപ്പാൻ തക്കവണ്ണം കർത്താവിന്റെ ആത്മാവ് ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച കൃപക്കായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. നമുക്ക് പ്രാർത്ഥനയായിരിക്കാം. കർത്താവ് യേശുവിനെ കാണിച്ചു രാത്രിയിൽ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടതിന്റെ ശരീരം എൻ്റെ ഓർമ്മക്കായി വാങ്ങി ഭക്ഷിപ്പീൻ എന്ന് പറഞ്ഞു. അവൾ താഴെ കഴിച്ച ശേഷം പാനപാത്രം എടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പുതിയ നിയമത്തിൻ്റെ രക്തം, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവിൻ്റെ വരവോളം അവരുടെ മരണത്തെ പ്രസ്താവിക്കുക. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ കുടിക്കുകയോ ചെയ്യുന്നതൊക്കെയും യേശുവിൻ്റെ രക്തവും ശരീരം സംബന്ധിച്ച് കുറ്റക്കാരായി തീരുമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ വിധിച്ച് ദൈവത്തോടും മനുഷ്യനും കുറ്റമില്ലാത്ത മനസ്സാക്ഷി ജീവിക്കുന്ന ഏത് ഭക്തന്മാർക്കും, പ്രത്യേകാൽ അവനെ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട ദൈവകൃപയിലായിരിക്കുന്ന ഏത് ഒരു വിശ്വാസിക്കും, ഏത് ഭക്തനും ഈ വിശുദ്ധ മേശയിൽ നിന്ന് ഭക്ഷിക്കുവാനും പാനം ചെയ്യാൻ അധികാരമുണ്ട്. കർത്താവ് നിങ്ങളെല്ലാം സഹായിക്കട്ടെ. ഇപ്പോൾ ശുശ്രൂഷകന്മാർ മുന്നിൽ കടന്നു വന്നിട്ട് ഇവിടെ സഹായിക്കുന്നതായിരിക്കും. നാമത്തിന് വേണ്ടി കൊടുക്കാനുള്ള സമയമാണ്. നമുക്ക് വചനം വായിച്ചിട്ട് നമ്മുടെ കരങ്ങളിൽ കർത്താവ് തന്ന നന്മകളെ കർത്താവിന് കൊടുക്കാം. 2 കൊരിന്ത്യർ 9:7-8 വാക്യം. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ നമുക്ക് സന്തോഷത്തോടെ കർത്താവിൻ്റെ ആലയത്തിൽ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് നമുക്ക് കൊടുക്കാം. കർത്താവ് പറയുന്നു, ദൈവവചനം ഇപ്രകാരമാണ് പറയുന്നത്, എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി. നമ്മൾ ഇപ്രകാരം കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വാക്യം 8, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങൾ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു. 1 തിമോത്തി 6:6 പറയുന്നു, അലംഭാവത്തോടുള്ള ഭക്തി വലിയ ആദായമാകുന്നു. അതായത് നമുക്ക് എപ്പോഴും ഒരു തൃപ്തി ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടാകും. നമ്മൾ സന്തോഷത്തോടു കൂടി ദൈവത്തിന് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ വരുന്നത്? നമുക്ക് എപ്പോഴും തൃപ്തി, കുറച്ചുള്ളെങ്കിലും അല്പമുള്ളെങ്കിലും ഏത് അവസ്ഥയിൽ കൂടി നമ്മൾ കടന്നു പോവുകയാണെങ്കിലും നമുക്കൊരു തൃപ്തിയുള്ളവരായി തീരും. അതിൽ തന്നെ വാക്യം 10-ാം വാക്യം 2 കൊരിന്ത്യർ വാക്യം 9:10 പറയുന്നു, എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിളയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതായത് വിത്തും നമ്മൾ വിതയ്ക്കുമ്പോൾ ഇതൊരു വിതയോട് സമത്വം അല്ലെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞിട്ട് കർത്താവ് നമ്മളോട് പറയുന്നത്, വിതയ്ക്കുന്നവന് വിത്തും. എന്തൊക്കെയാണ് ഈ വിതയ്ക്കുന്നത്? നമ്മൾ ഈ ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കുമ്പോൾ കർത്താവ് ഒരു കാര്യം നമ്മളോട് പറയുന്ന, വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും നൽകുന്നവൻ.
നമ്മുടെ നിങ്ങളുടെ വിളയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. കർത്താവ് നമ്മളോട് ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് വിത്തും ഭക്ഷിക്കാൻ, നമ്മളെ വേറെ സങ്കീർത്തനത്തിലാണല്ലോ ഇങ്ങനെ ഒരു വചനം വായിക്കുന്നില്ലേ, നീതിമാൻ ഇരക്കേണ്ടി അല്ലേ. നമ്മൾ ദൈവനീതിക്ക് ഒത്തവണ്ണം നമ്മൾ ചെയ്യുമ്പോൾ, ദൈവവചനം എന്ത് നമ്മളോട് സംസാരിക്കുന്ന അപ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും തരാൻ ദൈവം വിശ്വസ്തനാണ്. സദൃശവാക്യം 11:24 പറയുന്നുണ്ട്, ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു, മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോപിച്ചിട്ടും ഞെരുക്കമേ ഉള്ളൂ. അപ്പൊ വാരി വിതറിയവൻ വർദ്ധിച്ചു വരികയും മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോപിച്ചിട്ടും, അതായത് പിശുക്ക് കാണിച്ചിട്ടും എന്ത് പറ്റുന്നു? ഞെരുക്കമേ ഉള്ളൂ. ഔദാര്യ മാനസന് പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു കാര്യം നമ്മളോട് ദൈവം പറയുന്നത്, നമ്മളെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വാരി വിതറിയാലും വർദ്ധിച്ചു വരുന്നൊരു ദൈവം, കൊടുക്കും തോറും വർദ്ധിക്കുന്ന ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി, നമ്മളുടെ കൂട്ട് സഹോദരങ്ങൾക്ക് വേണ്ടി. ചിലപ്പോൾ ആരും ഞെരുക്കത്തോടെ ആണെങ്കിലും നമ്മളോട് പലരും അവരുടെ സങ്കടങ്ങളൊന്നും പറയാറില്ല, കൂടെയൊക്കെ നമ്മൾ കാണും. പക്ഷെ പലപ്പോഴും നമ്മളത് അവഗണിച്ചു പോകും. പക്ഷെ കർത്താവ് പറയുന്നത് നമ്മൾ ഔദാര്യ മാനസന് എപ്പോഴും പുഷ്ടി പ്രാപിക്കുകയുള്ളൂ. തണുപ്പിക്കുന്നവൻ, മറ്റുള്ളവരുടെ ഹൃദയം തണുപ്പിക്കുന്നവൻ എപ്പോഴും തണുപ്പ് കിട്ടുന്ന ഒരു അനുഭവമാണ്. മറ്റുള്ളവർ നമ്മൾ കഷ്ടത്തിൽ, എല്ലാവരും നമ്മളെപ്പോലെ തന്നെ ദൈവമക്കൾ തന്നെ ആകും. ഒരു പക്ഷെ നമ്മുടെ സഹോദരങ്ങളുടെ ഒരു ഞെരുക്കം കാണുമ്പോൾ അതും മറ്റുള്ളവരുടെ ഒരു ഹൃദയം തണുപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കരങ്ങളിൽ എടുക്കാം കർത്താവ് തന്നത്. പ്രിയ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതക്കാൻ വിത്തും തിന്നാൻ ആഹാരവും നൽകത്തക്കവണ്ണം അത് ഭൂമിയെ നനച്ചു ഫലവത്താക്കി വിളയിക്കുന്ന ഒരു കർത്താവാണ് ഞങ്ങളുടെ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ വിതയ്ക്കുമ്പോൾ അതിനൊരു കൊയ്ത്തുണ്ട്. കർത്താവ് എന്തിനു വേണ്ടി ഇപ്പോൾ അയച്ച വചനങ്ങൾ കർത്താവ് അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതാണ്. ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ, ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങളെ കൈത്താങ്ങുമ്പോൾ, ഞങ്ങൾ കർത്താവ് കഷ്ടത്തിലിരിക്കുന്ന ഏവരെയും ഒന്ന് താങ്ങുമ്പോൾ, തണുപ്പിക്കുന്നവനെ തണുപ്പിക്കുന്ന ഒരു കർത്താവെ, ഹല്ലേലൂയ. ഞങ്ങളുടെ അവസ്ഥകളെ കർത്താവെ അങ്ങ് പറഞ്ഞുവല്ലോ കർത്താവെ, ഹല്ലേലൂയ. ഉള്ളതുകൊണ്ട് അലംഭാവത്തോടുള്ള ദൈവഭക്തി വലിയ ആദായമാണ് ഞങ്ങൾക്ക് കർത്താവെ. ഇതെല്ലാം കർത്താവെ ഞങ്ങൾക്കുള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം സകലത്തിനും മതിയായവനെന്ന് പറഞ്ഞ ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ ഇടയിൽ ഞെരുക്കങ്ങൾ ഉള്ളവരുണ്ടപ്പ, വിഷമിക്കുന്നവരുണ്ട് കർത്താവെ, യാത്രയ്ക്ക് പോലും അരിഷ്ടത അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ. ഞങ്ങൾ ആ നനഞ്ഞ കണ്ണുകളെ, ആ വരണ്ട കൈകളെ കാണുവാൻ ഞങ്ങൾ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ. തണുപ്പിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആലയത്തിൻ്റെ കർത്താവെ കെട്ടുപണിക്കായി കർത്താവെ തന്നതൊക്കെയും കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. ഏറ്റവും നല്ല നിലത്ത് വിതയ്ക്കുവാൻ കർത്താവെ, അത് കർത്താവെ 30, 60, 100 മേനി ഫലമുളവാകുന്നത് അത്തരത്തിൽ ആയിത്തീരേണ്ടതിന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സാമ്പത്തികമായി ഞെരുങ്ങുന്ന കർത്താവെ, ഹല്ലേലൂയ, ചിലരൊക്കെ ഞങ്ങളുടെ നടുവിലുണ്ട് കർത്താവെ. ഭവനമില്ലാത്തവരുണ്ട് കർത്താവ്, ഭവന പണി പൂർത്തിയാകാതെ വിഷമിക്കുന്നവരുണ്ടല്ലോ അപ്പ. ദൈവം പ്രവർത്തിക്കണം, ഹല്ലേലൂയ കർത്താവെ. ഈ കഷ്ടങ്ങളുടെ മേൽ കർത്താവെ വിശാലത വരുത്തുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾ തരുന്ന നന്മ കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് തന്നു കർത്താവെ. അത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനാക്കി കർത്താവെ ഞങ്ങൾ തിരിച്ചു തരുമ്പോൾ കർത്താവെ അങ്ങയുടെ പൊന്നുനാമ മഹത്വം എടുക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മൾ കണ്ണടക്കം പ്രാർത്ഥിക്കുക. എല്ലാ കണ്ണും അടച്ചട്ടെ. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് കർത്താവ്. ഈ കർത്ത ദിവസത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിക്കുവാനും അവിടുത്തെ കർത്താവെ കൂട്ടായ്മയിൽ ഒരുമിച്ച് ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും അവിടുന്ന് നൽകിയ ഓഹരി കർത്താവ് അവിടുത്തെ രാജ്യത്തിന് വേണ്ടി കൊടുപ്പാനും കർത്താവ് ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തി നൽകി ഹൃദയങ്ങളെ അതിനായി ഒരുക്കിയ കൃപക്കായി നന്ദി പറയുന്നു. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ മുമ്പിൽ കടന്നു വരികയാണ്. മാറ്റമില്ലാത്ത അവിടുത്തെ വചനം കേട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ കഴുകി ഞങ്ങൾക്ക് ലക്ഷ്യസ്ഥാനം ഉണ്ടാകുവാൻ, ഞങ്ങൾക്ക് ദർശനം ഉണ്ടാകുവാൻ, കേൾക്കുന്ന വചനങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് ദർശനത്തിലേക്ക് ഞങ്ങൾ നയിക്കുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദയങ്ങളും ശാന്തമായി തീരുവാൻ ഞാൻ സ്വർഗ്ഗത്തോട് പ്രാർത്ഥിക്കുന്നു പിതാവേ. എല്ലാ ആകുല ചിന്തകൾ, എല്ലാ ഭാരങ്ങൾ എല്ലാം വിട്ടുമാറി കർത്താവ് ശ്രദ്ധയോടെ അവിടുത്തെ വചനത്തിന് മുമ്പിൽ ഇരിപ്പാൻ, ഭയത്തോടെ വിറയിലോടും അവിടുത്തെ കേൾക്കുന്ന വചനത്തിന് മുമ്പിൽ ഇരിപ്പാൻ തക്കവണ്ണം എല്ലാ ഹൃദയങ്ങളെയും അങ്ങ് ഒരുക്കുന്ന കൃപക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവരെ ബുദ്ധിമട തുറക്കത്തക്കവണ്ണം, കേൾക്കാൻ തക്കവണ്ണം അവരെല്ലാ ബുദ്ധിമട തുറക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അടിയിലെയും അവിടുത്തെ കരകളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങയുടെ കൃപ, കൂടുതൽ കൃപക്കായി നന്ദി പറയുന്നു, ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ.
ആമേൻ. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് 1-ാം അധ്യായം 28-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം നമുക്കറിയാം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്, ദൈവം അവരെ അനുഗ്രഹിച്ച് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പറവജാതികളുടെ മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. മനുഷ്യൻ സൃഷ്ടിക്കുമ്പോൾ ദൈവം കൊടുത്ത കൽപ്പന, അല്ലെങ്കിൽ ദൈവം കൊടുത്ത വാക്തത്വ അനുഗ്രഹമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്, അല്ലേ? ദൈവം അതിൽ ഒരു വാക്യം മാത്രം ഞാൻ എടുക്കുകയാണ്. അവിടെ ഇംഗ്ലീഷിൽ ബി ഫ്രൂട്ട്ഫുൾ എന്നൊരു വാക്യം അവിടെയുണ്ട്. മലയാളത്തിൽ അങ്ങനെയല്ല, സന്താന പുഷ്ടിയുള്ളവരായിരുന്ന മലയാളത്തിൽ കിടക്കുന്നത്. ആ വാക്യം അത്ര ക്ലിയർ അല്ല. എന്നാൽ ആ ഒരു വാക്യം വായിക്കുമ്പോൾ സന്താന പുഷ്ടിയുള്ളവരായി എന്ന് അത് മാത്രം ഫ്രൂട്ട്ഫുൾ ആകുന്ന ഒരു വാക്യമാണ് നമുക്ക് അവിടെ വായിക്കാൻ കഴിയും. എന്നാൽ ഇംഗ്ലീഷ് ബൈബിൾ വരുമ്പോൾ ബി ഫ്രൂട്ട്ഫുൾ എന്നൊരു വാക്ക്, അല്ലേ, അവിടെ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഇങ്ങനെയാ, ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടി നൽകി നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. കേട്ടോ? നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവം ആദമിനെ സൃഷ്ടിച്ച് ഭൂമിയിലെ പൊടി കൊണ്ട് 18 എലമെന്റ്സ് കൊണ്ട് പൊടിയുന്നുണ്ടാക്കി ജീവിക്കുവാൻ ഏദനിൽ വെക്കുമ്പോൾ ദൈവം അവനോട് പറയുന്നൊരു വാക്ക, ഒരു അനുഗ്രഹത്തിന്റെ വാക്ക, ഞാൻ നിന്നെ നീ ഫ്രൂട്ട്ഫുള്ളായി തീരുവാൻ, നീ ഫലമുള്ളതായി തീരുവാൻ വേദപുസ്തകം അനുശാസിക്കുന്നു. ദൈവം അവന് അനുഗ്രഹം കൊടുക്കുക. ബി ഫ്രൂട്ട്ഫുൾ. ഹല്ലേലൂയ. നമ്മൾ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഫലം കൊടുക്കുന്നുണ്ടോ? ഫലം കൊടുക്കുന്നുണ്ടല്ലേ? നമ്മളൊക്കെ നല്ലവണ്ണം പോത്തുപോലെ വളരുന്നുണ്ടങ്ങാട്. ഫലം കൊടുക്കുന്നുണ്ട്, തീർച്ചയായും വളർന്നു. പക്ഷേ എന്താ ദൈവം ഉദ്ദേശിക്കുന്നത് ഇവിടെ? മലയാളത്തിൽ വായിച്ച സന്താന പുഷ്ടിയുള്ളവരായി, അതിപ്പോൾ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് നടന്നുകൊള്ളാം, അല്ലേ? അത് മാത്രമല്ല, അത് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് 5 അനുഗ്രഹത്തിലെ ഒരു അനുഗ്രഹം മാത്രമാണ്. അതെല്ലാം സന്താന പുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് 4 അടക്കി 5 വാഴുക, ഇത്രയും കാര്യങ്ങളാണ് ദൈവം കൊടുത്തത്. ഓക്കെ, എന്തുമാവട്ടെ, പാപനിമിത്തം ഇപ്പോൾ അടക്കുക, വാഴുക എന്നുള്ളത് വിട്ടുപോയി. ഇപ്പോൾ നമ്മളത് അടങ്ങിക്കൊണ്ടിരിക്കുക എന്ന കാര്യം നമ്മൾ പണ്ടിവിടെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ വാക്കിൽ വരികയാണ്? ദൈവം നമ്മളെ ബി ഫ്രൂട്ട്ഫുൾ, ഫലമുള്ളതായി, ഫലം പുറപ്പെടുവിക്കുന്നതായി തീരുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുക. നമ്മുടെ ഹൃദയങ്ങളൊന്ന് പരിശോധിക്കണ്ടേ? ഹല്ലേലൂയ. ദൈവം ഉദ്ദേശിക്കുന്നത് ഈ സന്താന പുഷ്ടികളിൽ മാത്രമല്ല, സകല ജീവിതത്തിലെ സകല മേഖലകളിലും ഫലമുള്ളവരായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എൻ്റെ വാക്ക് ശ്രദ്ധിക്കണം. ഏതെല്ലാം മേഖലകൾ ഉണ്ടോ, ഒരു മനുഷ്യൻ ഏതെല്ലാം മേഖലയിൽ കൂടി കടന്നു പോകുന്നുവോ അവിടെ എല്ലാം ഫലമുള്ളവരായി തീരണമെന്ന് വേദപുസ്തകം നമ്മെ അടിവരയിട്ട് പഠിപ്പിക്കുക. ഉൽപ്പത്തിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആ മനുഷ്യനോട് പറഞ്ഞ കൽപ്പനകൾ, അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ ആദ്യത്തെ വരുന്ന അനുഗ്രഹമാണത്. ബി ഫ്രൂട്ട്ഫുൾ, ഫലമുള്ളവരായി തീരുക. ഹല്ലേലൂയ. നമുക്കറിയാം, ദൈവം ആ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ് നമ്മൾ പിന്നീട് കാണുമ്പോൾ ആ ഫലം ദൈവം വെച്ചിരിക്കുന്ന, ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ് ദൈവം ഭൂമിക്കകത്ത് നന്മ തിന്മ വൃക്ഷത്തിന്റെ ഫലവും പിന്നെ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലവും സകലവിധമായ ഫ്രൂട്ടുകൾ തരുന്ന വൃക്ഷത്തിന്റെ ഫലങ്ങളും ഭൂമിയിൽ ഏതെങ്കിലും വെച്ചത് അതിനു വേണ്ടിയാ. ഏതിനു വേണ്ടിയാ? ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ. ഹല്ലേലൂയ. നീ എൻ്റെ കൂടെ ഇല്ലല്ലോ. തണുപ്പ് കൂടിയത് കൊണ്ടാണ് AC ഓഫ് ചെയ്യണോ? AC ഓഫ് ചെയ്യണോ? വേണ്ട അല്ലേ? തണുപ്പ് കൂടിയിട്ടുണ്ടോ? അല്ലേ? ചൂടായി, അല്ലെങ്കിൽ ചൂടാത്തല്ലേ? എൻ്റെ തൊണ്ട പോയത് കൊണ്ടായിരിക്കും സ്വരം ഇത്തിരി കുറവായത് കൊണ്ടിരിക്കും. എന്താണെങ്കിലും ദൈവ ഉൽപ്പത്തി പുസ്തകത്തിൽ അവിടെ 3 തരം വൃക്ഷങ്ങൾ, 3 ടൈപ്പ് വൃക്ഷങ്ങൾ വെച്ചിട്ടായിരുന്നു. 1 ആ ജീവന്റെ വൃക്ഷം, 2 നന്മ തിന്മയുടെ വൃക്ഷം, 3 സകലവിധമായ ഫ്രൂട്ടുകൾ തരുന്ന വൃക്ഷം ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മുഴുവനും മനുഷ്യന് ഫലം കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്. ഹല്ലേലൂയ. നന്മ തിന്മ വൃക്ഷത്തിന്റെ ഫലം അത് ഉദ്ദേശിക്കുന്നത് കഴിക്കാൻ വേണ്ടിയല്ല, കഴിക്കാതിരുന്ന് അവരുടെ അനുസരണത്തിൽ വളരാൻ വേണ്ടിയാണ്. ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം വെച്ചത് അത് പറിച്ചു കഴിച്ച്, വാർത്തയോടെ പറിച്ചു കഴിച്ച് ജീവങ്ങളിലേക്ക് ആത്മാവിൽ വളരാൻ വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ. അവിടെയും ഫലം വേണമായിരുന്നു. 3 സകലവിധമായ ഫ്രൂട്ടുകൾ തരുന്ന എല്ലാ ഫലങ്ങളും പുറപ്പെടുവിക്കുന്ന മരങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് പറിച്ചു കഴിച്ച് നമ്മുടെ ദേഹത്തിന് ശക്തിയുള്ളതായി തീരുവാൻ, ഫലം കൊടുക്കാൻ തക്കവണ്ണമായിരുന്നു. എന്നാൽ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദമിനെ മണ്ണുകൊണ്ടിങ്ങനെ മെനഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിനകത്തൊരു സ്വപ്നമുണ്ട്. ഹല്ലേലൂയ. സകല സൃഷ്ടികളെയും
നമുക്കറിയാം, ഇവിടെ നിത്യത മുതൽ നിത്യത വരെ ഞങ്ങൾ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഈ ഭൂമിയില്ല, ചന്ദ്രനില്ല, സൂര്യനില്ല, മനുഷ്യനില്ല, നക്ഷത്രങ്ങളില്ല, കോടാനുകോടി അല്ലെ, ഒരു ഗ്രഹങ്ങളുമില്ല, ദൂതന്മാർ പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ ദൈവത്തിനകത്തൊരു സ്വപ്നമുണ്ടായി. ദൈവത്തിന് അവനെ പോലെയുള്ള കുറെ മക്കൾ വേണമെന്ന്. ദൈവം, ഞാൻ പറയും, ദൈവം ആ ദൈവത്തിന്റെ സ്വപ്ന നിവർത്തിക്ക് വേണ്ടിയാണ് ദൈവം ഇവിടെ ഈ പറഞ്ഞ ദൂതന്മാരെ സൃഷ്ടിച്ചത്, ഗോളങ്ങളെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്, അല്ലെ, എല്ലാം സൃഷ്ടിച്ചത് വാക്കുകൾ കൊണ്ട്. ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുമ്പോഴൊക്കെ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു സ്വപ്നമുണ്ട്, ഞാൻ സൃഷ്ടിക്കാൻ പോകുന്ന അവന്റെ മക്കൾക്ക് വേണ്ടിയാണെന്നുള്ളത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എല്ലാവരും? സകലതും ആദ്യമായി സൃഷ്ടിച്ച ദൂതന്മാർ പോലും ദൈവത്തിനും സൃഷ്ടിക്കാൻ പോകുന്നവന്റെ മക്കൾക്കും സേവ ചെയ്യാൻ വേണ്ടിയാണെന്ന് എബ്രായനെ കർത്താവ് എഴുതി വെച്ചിരിക്കുക. അപ്പൊ സകലതും ദൈവത്തിന് സ്വപ്ന നിവൃത്തിക്ക് വേണ്ടിയാ ഈ കാണുന്ന മുഴുവനും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, നീ ഫ്രൂട്ട്ഫുൾ ആകുക, ബി ഫ്രൂട്ട്ഫുൾ ആകുക എന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിന്റെ കണ്ണിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നോക്കി, അവൻ വാക്കുകൾ കൊണ്ട് ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച് ഈ പ്രപഞ്ചത്തെ സകലം സൃഷ്ടിക്കുമ്പോൾ, അവന്റെ കരങ്ങൾ കൊണ്ട് മനുഷ്യനെ മെനഞ്ഞെടുക്കുമ്പോൾ അവന്റെ ഹൃദയത്തിനകത്തൊരു സ്വപ്നമുണ്ട്. ഹല്ലേലൂയ. ആ സ്വപ്നമാണ് ഇവിടെ പറയുന്ന ബി ഫ്രൂട്ട്ഫുൾ. അത് ഫലം പുറപ്പെടുവിക്കുക. ഞാൻ പറഞ്ഞത് ഗ്രഹിച്ചു നിങ്ങൾ? ഹല്ലേലൂയ. നമ്മൾ വീട്ടിലൊക്കെ ചെടികൾ നടുമ്പോൾ, ഇവിടെ എല്ലാ നമ്മളിപ്പോൾ സ്ഥിരം പറയുക, ഒരു വാഴ നടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാഴ നടുമ്പോൾ നമുക്കകത്തൊരു ആഗ്രഹമുണ്ട്. 8-9 മാസം കഴിയുമ്പോൾ അതിൽ നിന്നൊരു കൊല പറിച്ച് വാഴപ്പഴം കഴിക്കണമെന്ന്. ഹല്ലേലൂയ. നമ്മൾ അതിനുവേണ്ടി കിളച്ചെടുത്ത് മണ്ണ് കിളച്ച് വിത്ത് നട്ട് അതിന് വെള്ളമൊഴിച്ച് ആഴ്ചകളും മാസങ്ങളും അങ്ങനെ പരിപാലിക്കും. എന്തിനു വേണ്ടി അറിയാമോ? നടുമ്പോൾ നമ്മുടെ കർഷകന്റെ അകത്തൊരു മോഹമുണ്ട്, ഇവൻ ഫലം കൊടുക്കണം. ഹല്ലേലൂയ. 9 മാസം കഴിഞ്ഞു, ഇലകൾ വന്നു, തല തടിയും വെച്ചു, പക്ഷേ യാതൊരു ഫലം കായ്ക്കുന്ന യാതൊന്നും കാണാതിരിക്കുമ്പോൾ കർഷകൻ വളം മാറ്റിയിട്ട് നോക്കും. എന്നിട്ടും മാസങ്ങൾ വീണ്ടും കഴിയുമ്പോൾ പിന്നീട് മനസ്സിലായി, ഈ വിത്തിനകത്ത് അല്ലെങ്കിൽ ഈ നട്ടിരിക്കുന്ന വിത്ത് മുളച്ചു വന്ന് ഇപ്പോൾ ആയിരിക്കുന്ന ആ വൃക്ഷത്തിനകത്ത് ഫലം പുറപ്പെടുവിക്കാൻ കഴിയില്ല എന്ന് വരുമ്പോഴാണ് അല്ലെങ്കിൽ കർഷകൻ അതിനെ വെട്ടിക്കളയുന്നത്, നിലത്തെ നിഷ്ഫലമാക്കാതിരിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇത് തന്നെ ബി ഫ്രൂട്ട്ഫുൾ. ഏറ്റവും ആദ്യമായി ദൈവം പറയുന്ന ഒന്നാമത്തെ കാര്യം ഫലമുള്ളതായിരിക്കുക. ഇവിടെ സന്താനപുഷ്ടി മാത്രമല്ല, ഫലം സകല ജീവിതത്തിന്റെ സകല മേഖലകളിലും ഫലമുണ്ടോ നമുക്ക്? ഹല്ലേലൂയ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വപ്നമുണ്ടായിരുന്നു. പക്ഷേ ആ സ്വപ്ന നിവർത്തിക്ക് വേണ്ടി ദൈവം മനുഷ്യന്റെ അകത്ത് ഒരു സാധനം ഒന്ന് കത്തിച്ചു വെച്ചു, ഒരു ദീപം ഒന്ന് കൊളത്തി വെച്ചായിരുന്നു, അല്ലേ? മനുഷ്യാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ സദൃശ്യവാക്യക്കാരൻ എങ്ങനെ പറയുന്നത്? മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപമെന്നാ പറയുന്നത്. എന്നാൽ മറുസൈഡിൽ ദുഷ്ടൻ ദീപമെന്ന് വേറെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദുഷ്ടന്മാർ ദീപമെന്ന് പഠിപ്പിക്കുന്നത് അത് വേറെ കാര്യമാ. കള്ളന്മാർ എവിടെയും പോയി കട്ട് മോഷ്ടിച്ചെടുത്തിട്ട് ഇവര് അമ്പലത്തിലോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ പള്ളികളിലൊക്കെ പോയിട്ട് അവിടുത്തെ ഭണ്ഡാരപ്പെട്ടി അല്ലേ, ഭണ്ഡാരപ്പെട്ടി പൊളിച്ചെടുത്തിട്ട് അതിലെ പണം മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് അതിനൊരു 100 രൂപ എടുത്ത് അങ്ങ് ഇട്ട് കൊടുക്കും അതിലേക്ക്. അത് ദുഷ്ടന്റെ ദീപമാണ്. ഇത് യഹോവയുടെ ദീപം ഒരു മനുഷ്യന്റെ അകത്ത് കത്തിച്ചു വെച്ചിരിക്കുക. സത്യത്തിൽ അതാണ് വിത്ത്. ഹല്ലേലൂയ. ദൈവം ഉൽപ്പത്തിയിൽ മാനവരാശിയിൽ മനുഷ്യന്റെ അകത്ത് കത്തിച്ചു വെച്ചൊരു ദീപം, ഒരു വിത്ത്, അതകത്ത് കിടക്കുകയാണ്. പക്ഷേ പാപം നിമിത്തം അത് കെട്ടുപോയെന്ന കാര്യം മനുഷ്യൻ അറിഞ്ഞില്ല. സത്യത്തിൽ അവൻ ഫലമുണ്ട്, അവന്റെ കുടുംബത്തിൽ ഫലമുണ്ട്, അവന് സന്താനപുഷ്ടിയുള്ളതായിട്ടുണ്ട്, അവന്റെ ബിസിനസ്സിൽ അനുഗ്രഹം ഒക്കെ ശരി തന്നെയാ. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നൊരു ഫലമുണ്ട്. ഹല്ലേലൂയ. അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ വെളിപ്പെടാതെ ഇരിക്കുന്ന ഒരു തലമുറയായിരുന്നു പഴയ നിയമ ഭക്തന്മാരിൽ കുറെ നല്ലൊരു ശതമാനവും. ഞാൻ പറയുന്നത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഫലമുള്ളതായി തീരുവാൻ. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പാപനിമിത്തം മനുഷ്യന്റെ ആത്മാവ് ദീപം കെട്ടുപോയപ്പോൾ പിന്നീട് കാണാൻ കഴിയുന്നത് അവന്റെ ബുദ്ധിക്കൊത്തവണ്ണം, അവന്റെ ചിന്തകൾക്കൊത്തവണ്ണം അവൻ ജീവിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവന്റെ കാഴ്ചയിൽ അവൻ ജീവിക്കാൻ തുടങ്ങി. അവൻ ലോകത്തെ വെട്ടിപ്പിടിക്കാൻ തുടങ്ങി. ഇതിനപ്പുറം ഒരു ലോകമുണ്ടെന്ന് അവൻ അറിയാൻ കഴിയുന്നില്ല. അവനെ സൃഷ്ടിച്ച ദൈവം ആരെന്ന് പോലും അവൻ അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ മനുഷ്യർ മതങ്ങളെ ഉണ്ടാക്കി, മതങ്ങൾ ദൈവത്തെ ഉണ്ടാക്കി അവർ ആരാധിച്ചു പോകുന്നത്. കാരണം സാക്ഷാൽ തേജോമനായ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവൻ്റെ അകത്തുള്ള സ്വപ്നം ഈ മനുഷ്യൻ ഫലമുള്ളതായി തീരണമെന്നുള്ളായിരുന്നു.
എന്നാൽ ആത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ, ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ, ആത്മാവായ ദൈവവുമായി സംസർഗമില്ലാത്തത് മൂലം അവൻ്റെ ആത്മാവിൽ, മനുഷ്യാത്മാവിൽ ദൈവസ്വരം കേൾക്കാൻ കഴിയാതെ വന്നപ്പോൾ മനുഷ്യൻ തൻ്റെതായ മാർഗത്തിലൂടെ മുന്നോട്ട് കടന്നു പോയപ്പോൾ ഫലമുണ്ടായി. ആ ഫലങ്ങളൊന്നും ദൈവം ആഗ്രഹിച്ച ഫലമല്ല, അത് മുഴുവനും മനുഷ്യന്റെ മാത്രമായ ഫലങ്ങളായിരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ആ സീഡ് സത്യത്തിൽ ദൈവം വെച്ച ആത്മാവെന്ന് പറയുന്ന സീഡ്, ആ വിത്ത് ഫലം കൊടുക്കേണ്ട, ആത്മാവിന് ഫലം കൊടുക്കേണ്ട സീഡ്, അത് കെട്ടുപോയി എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്, ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം മനുഷ്യനെ പുറത്താക്കി കളയുമ്പോൾ പിന്നീട് ഒരിക്കൽ പോലും മനുഷ്യൻ ചിന്തിച്ചിട്ട് പോലുമില്ല, ഞങ്ങൾ എന്തിനാ ദൈവം സൃഷ്ടിച്ചത്, ഞങ്ങൾ എന്തിനാ ഭൂമിയിൽ ജീവിക്കുന്നത്, ഞങ്ങൾ മരണശേഷം ഞങ്ങളുടെ ആത്മാവലി ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് അനേകരും ചിന്തിക്കുന്നത് പോലുമില്ല. കാരണം അതാ മതം, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് എന്ന് പറയുന്നത് മതത്തിലെ സ്പിരിറ്റാ. മനുഷ്യനെ ചിന്തിക്കാൻ കഴിയാതെ വണ്ണം ഈ ലോകത്തിൽ മാത്രം ബന്ധിച്ചിടുന്ന ഒരു വല്ലാത്തൊരു ലോകത്തിന്റെ ആത്മാവാണ്. അതിൽ മറന്നു പോകരുത്. കാരണം ഇതിനൊക്കെ ഒറ്റ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യന്റെ അകത്ത് വെച്ച ദീപം അല്ലെങ്കിൽ വിത്ത് കെട്ടുപോയി ഫലം കൊടുക്കാൻ കഴിയാതെ വന്നുപോയി. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തുവിലൂടെ നമുക്കറിയാം, ക്രിസ്തുവിലൂടെ നമുക്ക് വീണ്ടും ഒരു ആ ദീപത്തിന് അല്ലെങ്കിൽ വീണ്ടും ഒരു വിത്ത് നമ്മുടെ അകത്തേക്ക് ഇടുകയാണ് ദൈവം. നിങ്ങളോട് പ്രതികരിക്കണമേ. നമ്മൾ ഒരുമിച്ച് പഠിക്കുക, നമ്മൾ ഒരുമിച്ച് നിത്യത്തിലേക്ക് വളരുക. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുക, ശരിയോ തെറ്റോ എന്ന് നമ്മൾ വചനപ്രകാരം പരിശോധിച്ച് നോക്കുക. ഹല്ലേലൂയ. കർത്താവ് വീണ്ടും ക്രിസ്തുവിലൂടെ ഒരു പുതിയ ജനത്തെ, യഥാർത്ഥമായ ആ മനുഷ്യനെ ദൈവം കൈകൊണ്ട് മെനയുമ്പോൾ ആ ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന സ്വപ്നം വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ്. മനുഷ്യൻ ഫലമുള്ളതായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുവരെ പഴയ നിയമത്തെ ഭക്തന്മാർക്ക് കുറച്ച് പേർക്ക് മാത്രം അങ്ങ് ഫലം കൊടുത്തവരായി തീർന്നുവെങ്കിലും യഥാർത്ഥമായി അവർക്ക് ഫലം കൊടുക്കാൻ കഴിഞ്ഞില്ല. യഥാർത്ഥമായി പഴയ നിയമത്തിലെ ഹാബേൽ തുടങ്ങിയുള്ള ഭക്തന്മാർ സകല മനുഷ്യർക്കും ദൈവം ആഗ്രഹിച്ച ഫലം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് വചനം പഠിക്കുന്നവർ കാണാൻ കഴിയും. കാരണം വെളിപ്പാട് ദിവസം പഠിക്കുമ്പോൾ അവിടെ ആലയത്തിന്റെ യാഗപീഠത്തിന്റെ കീഴിൽ നിന്ന് ഒരുപാട് ആത്മാക്കൾ കിടന്ന് കരയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവർ പറയുന്നത്, യഹോവേ, ഞങ്ങളുടെ രക്തത്തിൽ നീ പ്രതികാരം ചെയ്യണമെന്ന ആ 7 വർഷം പീഡനകാലത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6ാമത്തെ മുദ്ര അല്ലെങ്കിൽ 6ാമത്തെ അധ്യായം വരുമ്പോൾ മുദ്ര പൊട്ടിക്കുമ്പോൾ അവിടെ യാഗപീഠത്തിന് കീഴെ ആത്മാക്കൾ കിടന്ന് അലമുറയിട്ട് കരയുകയാണ്. ഞങ്ങളുടെ ആത്മാക്കളോട് ഞങ്ങളോട് കാണിച്ചത് നീ പ്രതികാരം ചെയ്യണമേ. ഹല്ലേലൂയ. അപ്പൊ യഹോവ ദൈവം പറയുന്നുണ്ട്, തൽക്കാലം നിങ്ങൾ മൗനമായിരിക്കുക, കുറച്ച് പേരും കൂടി വന്ന് ചേരാനുണ്ട്. അതാരാണെന്നൊക്കെ ഇവിടെ ബൈബിൾ ക്ലാസ്സിൽ വരുന്നവർക്ക് അറിയാം. കുറച്ചു പേരും കൂടി വന്ന് ചേരാനുണ്ട്. അവരും കൂടി വന്നു ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യും. അതാണ് യഹോവയുടെ പ്രതികാര ദിവസം എന്ന് പറയുന്നത്. 2ാമത്തെ 3.5 വർഷക്കാലമാണ്. എന്തുമാകട്ടെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റൊന്നുമല്ല, ദൈവം ക്രിസ്തുവിലൂടെ നമ്മളെ ആ ഫലം, ആ യഥാർത്ഥമായി ദൈവം ആഗ്രഹിച്ച ആ ഫലത്തിലേക്ക് നമ്മളെ വീണ്ടും ജനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പഴയ ഭക്തന്മാർ നിലവിളിക്കുക, ഞങ്ങൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യണമെന്ന്. പുതിയ നിയമ ഭക്തന്മാർ അങ്ങനെയാണോ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അത് തന്നെയാണ്, അല്ലേ? പക്ഷെ അതല്ല യഥാർത്ഥമായ ഭക്തന്മാർ. ദൈവം ആഗ്രഹിക്കുന്ന ഭക്തന്മാർ അതൊന്നുമല്ല. ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനസിനെ പോലെ ഇവർ ചെയ്യുന്നറിയാതെ ഇവരോട് പൊറുക്കണമെന്ന് പറയുന്നത് കർത്താവ് കാണിച്ച മാതൃകകൾ. ഹല്ലേലൂയ. യഥാർത്ഥമായ ക്രിസ്തു ജീവിതം ഇന്ന് ലോകത്ത് കാണുന്നതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്തുമാകട്ടെ, അതുകൊണ്ട് പഴയ ഭക്തന്മാരിൽ ദൈവം ആഗ്രഹിച്ച ഫലം അനേകരിലും കാണാൻ കഴിഞ്ഞില്ല എന്ന കാര്യം നമുക്കറിയാൻ കഴിയും. ആ ദൈവം ആഗ്രഹിച്ചത് വീണ്ടും ദൈവം യേശുക്രിസ്തുവിലൂടെ പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. അതാണ് യോഹന്നാൻ സുവിശേഷ ഭാഗം 1-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, അവനെ പറഞ്ഞു കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുക്കുകയാണ്. ഒരു പുതിയ ഒരു ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി ഒരു പുതിയ സൃഷ്ടിപ്പ് അവിടെ സംഭവിക്കുക. ഇനി രണ്ടും കൂടി ഞാൻ ചേർത്ത് വെച്ച് പറയാം, നമ്മുടെ സമയം വേഗത്തിൽ മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഉൽപ്പത്തി പുസ്തകം 1:26 നമ്മൾ വായിച്ചതുപോലെ, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യപ്രകാരവും മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പർവ്വജാതികളുടെ മേലും മൃഗങ്ങളുടെ മേലും, അല്ലേ, മൃഗങ്ങളുടെ മേലും സർവ്വഭൂമിയിൽ മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ജാതികളും മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. തൊട്ട് മോളിൽ നമ്മൾ വായിച്ചതുപോലെ 22-ാമത്തെ വാക്യം വായിച്ചതുപോലെ, ബി ഫ്രൂട്ട്ഫുൾ, അല്ലേ, സന്താന പുഷ്ടിയുള്ളതായി തീരുക, ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുക എന്ന് പറഞ്ഞ് ദൈവം അവിടെ ഉൾക്കൊള്ളിക്കുമ്പോൾ നഷ്ടപ്പെട്ടു ദൈവം ആഗ്രഹിച്ച ആ ഫലം പുറപ്പെടുവിക്കാതെ
നിൽക്കുന്ന കാലഘട്ടത്തിൽ ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മളെ അവൻ വീണ്ടും ജനിപ്പിച്ചിട്ട് നമ്മോട് പറയുന്നൊരു വാക്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷ ഭാഗം 15-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചു ഇരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനെ അപേക്ഷിക്കുന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. 2 പഴയ നിയമത്തിൽ യഹോവയായി ദൈവം പറഞ്ഞു, ബി ഫ്രൂട്ട്ഫുൾ, ഫലമുള്ളതായി തീരുക. എന്നാൽ ആ പാപനിമിത്തം ആത്മാവിൽ ആ വിത്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ പിന്നീട് കാണുന്ന ആ ദൈവത്തെ ആഗ്രഹിക്കുന്ന ഫലമില്ലാതെ വന്നപ്പോൾ ക്രിസ്തുവിലൂടെ യോഹന്നാന്റെ സുവിശേഷ ഭാഗത്തിൽ പറയുക, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാ? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്. 2 വാക്യങ്ങൾ. ഉൽപ്പത്തി നഷ്ടപ്പെട്ടത് ക്രിസ്തുവിലൂടെ ഒരു പുതിയ ജനത്തെ വാർത്തെടുക്കാൻ വേണ്ടിയാ. പഴയ നിയമ ഭക്തന്മാരിൽ കാണാത്ത യഹോവയുടെ മനസ്സിൽ കിടക്കുന്ന സ്വപ്നം, ആ മനുഷ്യൻ ഫലമുള്ളതായി തീരുവാൻ. നമുക്ക് തോന്നുന്ന ഫലമല്ല പറയുന്നത്. നമ്മൾ ഇന്ന് അനേക വിശ്വാസികളും കായ്ക്കുന്നത് പ്ലാവ് മരത്തും വെച്ച് കായ്ക്കുന്നത് തേങ്ങയാ. തെങ്ങുമ്മ കായ്ക്കുന്നത് വേറെ എന്തെങ്കിലും സാധനങ്ങൾ കായ്ച്ചിരിക്കുന്നത്. ഒന്നും മിണ്ടിയില്ല നിങ്ങൾ. നമ്മൾ ക്രിസ്മസ്, ഈ ജാതികൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ, കേട്ടല്ലോ നിങ്ങളല്ലേ, ജാതികൾ മിണ്ടിയില്ല, പിടിച്ചില്ല അതല്ലേ. ജാതികൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെക്കും. അതിൽ ഒരു പൊതിക്കെട്ടുകൾ ഉണ്ടാക്കി തൂക്കിക്കെട്ടിടും അല്ലെ, ഗിഫ്റ്റുകൾ. ആ മരവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഗിഫ്റ്റുകൾ. സത്യത്തിൽ ഇന്ന് കാണുന്ന വിശ്വാസികളിലും അനേകരിലും വെളിപ്പെട്ട് വരുന്ന ഫലം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഫലങ്ങളാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫലമുണ്ട് നമ്മെക്കുറിച്ച്. ആ ഫലം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ലെങ്കിൽ ഞാൻ അതിന് മറുപടി പറയുന്നില്ല, അല്ലെങ്കിൽ അല്ലേ, തൽക്കാലം ഞാൻ അതിന് മൗനമായിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ, ഉൽപ്പത്തിൽ ബി ഫ്രൂട്ട്ഫുൾ എന്ന് പറഞ്ഞ കർത്താവ് പാപം നിമിത്തം നഷ്ടപ്പെട്ടു പോയ ആ വീണ്ടും ആ പ്രൊജക്ട് ഈ യോഹന്നാന്റെ സുവിശേഷ ഭാഗത്തിൽ പറയുക, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. ഫലം പുറപ്പെടുക്കുക മാത്രമല്ല, ഞാൻ പുറത്തേക്ക് ഒഴുക്കുക മാത്രമല്ല, എൻ്റെ ഫലം ഞാൻ നിലനിർത്തണം. ഹല്ലേലൂയ. ഒന്ന് പറയും, നിങ്ങൾ പോയി ഫലം കായ്ക്കണം. നിങ്ങൾ പോയി ഫലം കായ്ക്കണം. 2, നിങ്ങളുടെ ഫലം നിലനിൽക്കുകയും വേണം. ഇന്ന് അനേകം പോയി ഫലം കായ്ക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ വെളിപ്പെട്ട് വരുന്ന ഫലം വേറെതാ. ഹല്ലേലൂയ. ചിലർക്ക് ഇവിടെ വെളിപ്പെടുന്നുണ്ട് ഫലം, പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. എന്നുമാകട്ടെ, ഞാൻ എൻ്റെ ഭവിഷ്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുക. 2 പദങ്ങൾ ഉൽപ്പത്തിയിൽ നഷ്ടപ്പെട്ടു പോയത് യേശുക്രിസ്തുവിലൂടെ, പുതിയ നിയമസഭയിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫലത്തെ വാർത്തെടുക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സാകുന്നുണ്ട്. നമുക്കറിയാം, ദൈവം ആഗ്രഹിക്കുന്ന ആ ഫലം കൊടുത്തില്ലെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ രാജീവ് ബ്രദർ ഇവിടെ വചനം പറഞ്ഞപ്പോൾ പറഞ്ഞതാ, വെട്ടി തീയിലിട്ട് കളയും. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്ന ഫലം കായ്ക്കാൻ വേണ്ടിയാ. നമ്മെ ഒരു തെങ്ങായിട്ട് വെച്ചെങ്കിൽ തേങ്ങ കായ്ക്കാൻ വേണ്ടിയാ. ഒരു പ്ലാവായിട്ട് വെച്ചെങ്കിൽ പ്ലാങ്ങല്ല ചക്ക കായ്ക്കാൻ വേണ്ടിയാ. ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ വരും, പേടിക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചേ. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ എവിടെയാണ് ആക്കി വെച്ചത്, ചെറുവിരലാണോ, തള്ളവിരലാണോ, കണ്ണാണോ, ചെവിയാണോ, അതിൻ്റെ ഫലം കായ്ക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. നമ്മളെ സ്ഥിരം, ഞങ്ങളൊക്കെ കൂടുതൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ്. ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. ഓക്കെ, ഡ്രൈവ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ ബബിൾക്കം ചവക്കും. വേറെ ഒന്നും പേടിക്കണ്ട, ഒന്നൊന്നുമല്ല, ബബിൾക്കം തന്നെ ചവക്കുന്നത്. ബബിൾക്കം ചവക്കുന്ന അറിയാമോ? ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാ. ബബിൾക്കം ചവക്കുമ്പോൾ വായിൽ നല്ല മധുരമാ, ഞങ്ങൾ ഉറങ്ങാതിരിക്കും. ചവച്ച് 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 അതിൻ്റെ അല്ലേ, എൻ്റെ ഇവിടെ നിൽക്കണമെന്ന് ചവച്ച് ചവച്ച് ഞങ്ങൾ അതിന്റെ മാക്സിമം ഇറക്കിയിട്ട് പിന്നെ തുപ്പും നമ്മളങ്ങോട്ട്. തുപ്പിക്കഴിഞ്ഞിട്ട് ആരെങ്കിലും അതുമേ കയറി ചവിട്ടിയ അവൻ ഇങ്ങനെ ഇളിച്ചു പിടിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം, നമ്മളൊക്കെ റോട്ടിൽ കൂടി പോകുമ്പോൾ ആരെങ്കിലും ബബിൾക്കം ചവിട്ടിയത് കാലെ പറ്റിയ നമ്മളിങ്ങനെ അല്ലേ, കാല് കൊണ്ട് ഉറച്ചു കളയും, കൈ കൊണ്ട് കൊള്ളാൻ പറ്റുന്ന അടപ്പല്ല നമുക്ക്. കുറച്ചു മുമ്പ് വായിൽ കിടന്നപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. കുറച്ചു മുമ്പ് വായിൽ കിടന്നപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വായിൽ നിന്ന് താഴേക്ക് വന്നപ്പോൾ ഞാൻ തന്നെ ചവിട്ടിയാൽ അറക്കത്തക്ക വണ്ണമുള്ള വെളിപ്പാട് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഇതുവരെ വായിൽ കിടന്നതാ, ചവച്ച നീരിറക്കി രസിച്ച് കുറെ പോയി കഴിഞ്ഞ്
ആ വായിൽ നിന്നൊന്ന് പുറത്തേക്ക് തുപ്പിക്കളഞ്ഞിട്ട് ഞാൻ തന്നെ കയറി ചവിട്ടിയാൽ ഈച്ചിച്ചിയായിരിക്കും നമുക്കത്. ഞാൻ ബബിൾക്കത്തെ കുറിച്ച് പറഞ്ഞതല്ല. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അത്യാവശ്യ വാക്ക് മാത്രം പറഞ്ഞു പോകാം. 3-ാം അധ്യായം, എത്രാമത്തെ വാക്യം? 3 ലവോദിക്ക സഭയോട് പറയുന്ന വാക്യം 3:15, 3:15-14 ഞാൻ വായിക്കാം. ലവോദിക്ക സഭയുടെ ദൂതൻ എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ദൈവം നമ്മുടെ പ്രവൃത്തി നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാ 7 സഭയോട് ദൂത് പറയുമ്പോഴും ഏത് സഭയോട് പറയുമ്പോഴും അവിടെയൊക്കെ ദൈവം നമ്മുടെ പ്രവൃത്തികൾ നോക്കിക്കൊണ്ടിരിക്കുക. ആണോ ഇല്ലയോ? പുതിയ നിയമത്തിലെ വലിയൊരു വേറെ പ്രശ്നം എന്ന് പറയുന്നത്, ദൈവം നമ്മളെ ഇങ്ങനെ CCTV ക്യാമറ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ നാട്ടുകാരുടെ വിശേഷം അറിയാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. വേണ്ടിയില്ല. ദൈവം നമ്മളെ നോക്കി നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രവൃത്തി അറിയുവാൻ. ഈ പ്രവൃത്തി വരുന്നത് എവിടെ നിന്നറിയാമോ? എവിടെന്നാ പ്രവൃത്തി വരുന്നത്? എൻ്റെ ചിന്തയിൽ നിന്നാ, എൻ്റെ ഹൃദയത്തിൽ നിന്ന്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാ, ചിന്തയിൽ നിന്ന് മരണവും ജീവനും ആരംഭിക്കുന്നത്, അശുദ്ധിയും വിശുദ്ധിയും ആരംഭിക്കുന്നത് ചിന്തയിൽ നിന്ന്, സ്വർഗവും നരകവും ആരംഭിക്കുന്നത് ചിന്തയിൽ നിന്ന്. ഹല്ലേലൂയ. ആ ചിന്തയ്ക്ക് ഒരു പ്രവൃത്തി വരും ഒരു ദിവസം. ചിലപ്പോൾ ഒരു ദിവസം വൈകിയായിരിക്കാം, ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞായിരിക്കാം. ഈ ചിന്തിച്ചു കൂട്ടുന്ന ഒരു ദിവസം പ്രവൃത്തിയായി വെളിപ്പെട്ട് വരുന്നത്. ആണോ ഇല്ലയോ? ഹല്ലേലൂയ. അത് ദൈവം നമ്മുടെ പ്രവൃത്തികൾ നോക്കിക്കൊണ്ടിരിക്കുക. ഈ പ്രവൃത്തികൾ നോക്കുന്നത് എൻ്റെ ഹൃദയത്തിനകത്ത് എന്താണ് ഇത്രയും ദിവസം ചിന്തിച്ചു കൂട്ടിയത്, അല്ലേ? ആണോ ഇല്ലയോ? ദൈവം നമ്മുടെ പ്രവൃത്തി നോക്കുന്നുണ്ട് സഹോദരങ്ങളെ. ഒരു CCTV ക്യാമറ ദൈവം വെച്ചിട്ടുണ്ട്. എവിടെയെന്നറിയാമോ? ആ ചർച്ചിൻ്റെ ആ മൂലക്കും അല്ല, ഇതിനകത്തും അല്ല വെച്ചിരിക്കുന്നത്. CCTV ക്യാമറ ബൈബിൾ ക്ലാസ് വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം. CCTV ക്യാമറ ഇതിനകത്താ വെച്ചിട്ടുള്ളത്. എന്റെയും നിങ്ങളുടെയും അകത്തൊരു CCTV ക്യാമറയുണ്ട്. സ്വർഗത്തിൽ കിലോമീറ്ററുകൾ അകലെ ഇരിക്കുന്ന, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം ഭൂമിയിൽ എത്രയോ കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ചെറിയ മണ്ണിൽ അത്രമുള്ള ഭൂമിയുടെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ഇന്ത്യയുടെ, കേരളത്തിന്റെ അല്ലെ എറണാകുളത്ത് അറ്റത്ത് കിടക്കുന്ന എൻ്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ അറിയുവാൻ ദൈവം എൻ്റെ അകത്തൊരു CCTV ക്യാമറ കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം പറയുന്നത്, പിതാവിന്റെ ഹൃദയത്തിലുള്ളത് അറിയുവാൻ പിതാവിന്റെ ആത്മാവ്, എൻ്റെ ഹൃദയത്തിലുള്ളത് അറിയുവാൻ എൻ്റെ ആത്മാവിനെ ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുക. ഒപ്പിയെടുക്കുക. നമ്മുടെ ചിന്തകൾ, നമ്മുടെ നിരൂപണങ്ങൾ, നമ്മുടെ വാക്കുകളൊക്കെ ദൈവം ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുക. കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ് ആൻഡ് മാൻ എന്നൊരു ക്ലാസ് നമുക്കുണ്ട്. എങ്ങനെയാണ് ദൈവം മനുഷ്യനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ ദൈവം അറിയുന്നത്? എങ്ങനെയാണ് ദൈവത്തിന്റെ അകത്ത് കിടക്കുന്ന വെളിപ്പാടുകൾ ഞാൻ അറിയുന്നത്? ഓക്കെ, വിട്ടുപോകുന്നു. ഇവിടെ പറഞ്ഞു, ദൈവം ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അടുത്ത വാക്യം, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനായിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. അടുത്ത വാക്യം, ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന്. എന്താ പറഞ്ഞത്? ഞാൻ ആ വാക്ക് മാത്രം എടുക്കുക. വാക്ക് താഴേക്ക് വായിച്ചാൽ പേടിച്ചു പോകും നമ്മൾ. വേണ്ട, അത് വിടുക. ഓക്കെ, ഞാൻ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും. ഇന്നലെ വരെ ഈ വായിൽ ഈ ബബിൾക്കം ചവച്ചുകൊണ്ട് രസിച്ചല്ലേ? നിങ്ങൾ ആരും ബബിൾക്കം കഴിക്കാത്തുമില്ല, കണ്ടിട്ട് പോലുമില്ല. ബൈബിളല്ലേ? അങ്ങനെയൊന്നും പേടിക്കുക. പാപമൊന്നുമല്ല ബബിൾക്കം ചവക്കുന്നത്. ഓക്കെ, ഇന്നലെ വരെ ബബിൾക്കം ചവച്ചിട്ട്, അല്ലെങ്കിൽ ഇന്ന് കുറച്ചു മുമ്പ് വരെ ചവച്ചനെ നീരിറക്കി അവനെല്ലാം സുഖം അനുഭവിച്ചിട്ട് തുപ്പിക്കളഞ്ഞാൽ പിന്നീട് ചവിട്ടാൻ പോലും മറക്കും. ഇപ്പോൾ കർത്താവ് പറയുക, എന്താ പറയാ, ഞാൻ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണമായി നിന്റെ വായിൽ നിന്ന്, എൻ്റെ വായിൽ നിന്ന് ഉമിണ്ടുകളയും. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ആഴമായി എടുക്കുക. അതിനെക്കുറിച്ച് ഉമിണ്ടുകളയും. തുപ്പിക്കളഞ്ഞാൽ പിന്നെ ദൈവം തുപ്പിക്കളഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല, ചവിട്ടാൻ പോലും. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്താണെന്നറിയാമോ? ഫലമുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാ എൻ്റെ അകത്ത് ജീവനെ നൽകിയത്, ആത്മാവിന് ജീവനെ നൽകിയത്. എൻ്റെ അകത്ത് കെട്ടുപോയ ആ പാപനിമിത്തം, ആ ഉൽപ്പത്തി കെട്ടുപോയ ആ ആത്മാവിലേക്ക് ജീവൻ നൽകിയത് ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാ. ഏത് ഫലമാ? നമുക്ക് തോന്നുന്ന ഫലമല്ല. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ഫലമുണ്ട്. അതായിരിക്കണം ഈ മരത്തുമേൽ വെളിപ്പെട്ട് വരേണ്ടത്. ഹലോ,
ഈ മരത്തിന്മേൽ വെളിപ്പെടേണ്ട ഫലം അവിടെ നിന്ന് വെച്ചിട്ടുണ്ട്. അതല്ലാതെ മറ്റേത് വന്നാലും അത് വികൃതമായിരിക്കും. ആണോ ഇല്ലയോ? ആണോ ഇല്ലയോ? വേറെ ഒരു തെങ്ങുമേൽ ഏതെങ്കിലും വേറെ ഏത് ഫലം കായ്ച്ചാലും അത് വികൃതമായിരിക്കും. ആ വൃക്ഷം തന്നെ കാണാൻ കൊള്ളത്തില്ല. കാരണം അറിയാമോ, ദൈവം വെച്ചതല്ല അത് വന്നിരിക്കുന്നത്. എന്തുമാകട്ടെ, അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ, അതുകൊണ്ട് യെശയ്യാപ്രവചന പുസ്തകത്തിൽ നമുക്കറിയാം 5-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ, ഞാൻ എൻ്റെ പ്രിയതമന് എൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയന്റെ പാട്ട് പാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഏറ്റവും ഉന്നതമായ സ്ഥലത്ത്, ദൈവം ഏറ്റവും ഉന്നതമായ സ്ഥലത്ത് ആദമനെ ജീവിക്കാൻ വെച്ചത്. ആദമനെ എവിടെയാ സൃഷ്ടിച്ചത്? എവിടെ നിന്നാ സൃഷ്ടിച്ചത്? ആദമനെ സൃഷ്ടിച്ചത് ഈ ഭൂമിയിലെ പൊടിയിൽ നിന്നാ, അല്ലേ? 10-17 എലമെന്റ്സ് ഉള്ള ഈ പൊടിയിൽ നിന്നാ, ഭൂമിയിലെ പൊടിയിൽ നിന്നാ ദൈവം മനുഷ്യനെ, ആദമനെ സൃഷ്ടിച്ചത്. പക്ഷെ ജീവിക്കാൻ എവിടെ വെച്ചത്? ഏറ്റവും ഉന്നതമായ സ്ഥലങ്ങളിൽ. നിങ്ങൾ ബൈബിൾ വായിക്കുന്നവർ, അല്ലെങ്കിൽ ഇപ്പൊ പഴയ നിയമം 5 മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് കാണാൻ കഴിയും, അവിടെ ഏറ്റവും ശ്രേഷ്ഠമായ നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ ഏദൻ തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും മെച്ചമായ, ഏറ്റവും മേൽത്തരമായ ഒരു സ്ഥലത്താണ് ദൈവം ആദമിനെയും ഹവ്വയെയും ജീവിക്കാൻ വെച്ചത്. ഉണ്ടാക്കിയ കാര്യമല്ല ഞാൻ പറയുന്നത്, ജീവിക്കാൻ വെച്ചത് ഏറ്റവും ശ്രേഷ്ഠമായ ഏദൻ തോട്ടത്തിലാണ്. എന്നിട്ട് പറയാ, ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി കല്ല് പറക്കിക്കളഞ്ഞു. അത് നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരവും പണിതു. ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ആകയാൽ യെരൂശലേം നിവാസികളെ, യഹൂദ പുരുഷന്മാരായുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ വിധിപ്പിൻ. അത് നമുക്ക് പിന്നീട് ആ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് ആ വിധിയെക്കുറിച്ച് കാണാൻ കഴിയും. ദൈവം ആ ഒരു മുന്തിരിവള്ളി, ഒരു ചെറിയ ആ തൈ എടുത്തിട്ട് ഏറ്റവും ശ്രേഷ്ഠമായത് കുന്നിന്റെ മുകളിൽ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആ മുന്തിരികൾ നടാൻ ആഗ്രഹിച്ചു. എന്നിട്ട് പറയുക, അതിന് അവിടെ വേലി കെട്ടി, ആ ചുറ്റും വേലി കെട്ടി, ഒരു ദുഷ്ടന്മാർ പോലും കടന്നു വരാതെ, ഒരു കുറുക്കനോ നായ്ക്കൾ പോലും കടന്നു വരാതെ വണ്ണം സംരക്ഷിച്ച് സൂക്ഷിച്ചു വെച്ചു ആ മരത്തെ, ഏറ്റവും ഉന്നതമായ സ്ഥലത്തിന് മേൽ. കാരണം ഞാനൊരു വള്ളി നടാൻ പോകുക, അല്ലെ ഞാൻ ഒന്നിനെ സൃഷ്ടിക്കാൻ പോകുക, അല്ലേ? അതെനിക്ക് വേണ്ടി ഫലം നൽകാൻ വേണ്ടിയാ. അതുകൊണ്ട് വേലി കെട്ടിയിട്ട് അതിനകത്തുള്ള കല്ല് പറകിക്കളഞ്ഞു. ഇനി ഒരു കല്ല് കൊണ്ടുപോലും അതുങ്ങൾക്ക് ഇനി എന്താ പറയുക, ഒരു അല്പം പോലും ബുദ്ധിമുട്ടുണ്ടാകണമെന്ന് വിചാരിച്ച് അവിടെ കല്ലും പറകിക്കളഞ്ഞു. അത് മാത്രമല്ല, ഒരു കല്ല് പറക്കിക്കളഞ്ഞ് അതിൽ നല്ല മുന്തിരിവള്ളി നട്ടു. ഏറ്റവും ശ്രേഷ്ഠമായത് ഒരു മുന്തിരിവള്ളി നട്ടുവെച്ചു. എന്നിട്ട് പറയുക, നടുമ്പോൾ ആ യജമാനകത്ത് ഒരു വെളിപ്പാടും വന്നു. നടുവിൽ ഒരു ഗോപുരവും പണിതു. കാരണം അറിയാമോ, ഇതൊരു ദിവസം കഴിയും, ഇത്ര മാസം, ഇത്ര വർഷം കഴിയുമ്പോൾ ഈ മുന്തിരിവള്ളി വലുതായി വളർന്ന് പൂത്ത് കായ്ച്ച് അത് ഫലം കായ്ച്ചു കഴിയുമ്പോൾ എനിക്ക് ആ മുന്തിരി എടുത്തിട്ട് ഈ ചക്കിലിട്ട് ആട്ടിയിട്ട് എനിക്കതിനെ വീഞ്ഞു കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യജമാനൻ. ഹല്ലേലൂയ. കാത്തിരിക്കുകയാ, ഓരോ ദിവസം കാത്തിരിക്കുക, ഫലം പുറപ്പെടുന്നുണ്ടോ എന്നറിയുവാൻ. ഗോപുരം പടന്നു, ഒരു ചക്കുമിട്ടു. കാരണം അവന് പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഒരു ദിവസം ഞാൻ ഇതിൽ നിന്ന് ഭക്ഷിക്കും, ഞാൻ പാനം ചെയ്യും, അതിൽ നിന്നുള്ള വീഞ്ഞ്, അല്ലെ എന്താ പറയുക, മുന്തിരിച്ചാറ് ഞാൻ കുടിക്കുമെന്ന് കാത്തിരിക്കുന്ന ഒരു യജമാനൻ. എന്നെയും നിങ്ങളെയും അത് തന്നെയാ. പുതിയ നിയമസഭക്കകത്ത് അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദവനെ സൃഷ്ടിക്കുമ്പോൾ യഹോവ കാത്തിരിക്കുകയാ. ഓരോ ദിവസം വൈകിട്ട് വരിക, എൻ്റെ ആദമന്, എൻ്റെ മകന്. ലൂക്കോസ് സുവിശേഷ ഭാഗം 3-ാം അധ്യായം ലാസ്റ്റ് വാക്യം പറയുന്നു, ആദം ദൈവത്തിന്റെ മകനെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ മകനെ കാണുവാൻ, ആ തോട്ടത്തിനകത്തല്ലേ അവനെ സൂക്ഷിക്കുവാൻ എപ്പോഴും ഇറങ്ങി വന്നത് യഹോവ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം നമ്മളെയും ആ ഫലം പുറപ്പെടുവിക്കാൻ തക്കവണ്ണം സൂക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന ഒരു കാര്യം നമുക്ക് എപ്പോഴും കാണാൻ കഴിയും. അങ്ങനെ അനുഭവിച്ചവരല്ലേ ഇരിക്കുന്നത്? ഹല്ലേലൂയ. ഒരാൾ പോലും അനുഭവിക്കാത്തവരുണ്ടാകത്തില്ല. ഇന്നും ജീവനോടെ ഇവിടെ വന്നിരിക്കുന്നുവെങ്കിൽ അവന്റെ കരമുള്ളത് കൊണ്ട് തന്നെയാ. ഹല്ലേലൂയ. നമുക്ക് പുകഴുവാൻ ഒന്നും ഇവിടെ മഹത്വം എടുക്കാൻ ഒന്നും നമുക്ക് ഇവിടെയില്ല. ഇന്ന് ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ അവന്റെ കൃപ മാത്രമാ. എൻ്റെ പ്രാർത്ഥന കൊണ്ടോ, എൻ്റെ ഉപവാസം കൊണ്ടോ, എൻ്റെ വചന പഠനം കൊണ്ടോ, എൻ്റെ നല്ല പ്രവൃത്തി കൊണ്ടോ, എൻ്റെ വിശുദ്ധ ജീവനം കൊണ്ടോ അല്ല ഇവിടെ ഇരിക്കുന്നത്. അവൻ വിശ്വസായോട് മാത്രമാ. അവൻ ഇന്നും കാത്തിരിക്കുകയാ, അവൻ ആഗ്രഹിച്ച ഫലം കായ്ക്കാൻ വേണ്ടി. ഹല്ലേലൂയ. കാത്തിരിക്കുകയാ. ഓക്കെ, എന്നിട്ട് പറയാ, ചക്കുന്നിട്ടു, മുന്തിരിങ്ങ കായ്ക്കും എന്ന് കാത്തിരിക്കുകയാ. പഴയ നിയമത്തിൽ നമ്മള് 1-ാം നൂറ്റാണ്ടിൽ
പൗലോസിൻ്റെയൊക്കെ മിനിസ്ട്രി വായിച്ചാൽ ഒരു 6 മാസം പോലും വേണ്ട പൗലോസിനൊക്കെ ഒരു സ്ഥലത്ത് ചെന്ന് കുറച്ച് ആൾക്കാരെ സുവിശേഷം പറഞ്ഞ് സഭയിൽ കൊണ്ടുവന്ന് ഒരു ലീഡറാക്കി മാറ്റുവാൻ 6 മാസം പോലും വേണ്ട. ഇന്ന് 6 16 26 36 വർഷം കഴിഞ്ഞാലും ഒരുവനെ ക്രിസ്തു തികഞ്ഞവനാക്കാൻ പെടുന്ന പെടാപ്പാട് പാസ്റ്റർമാർക്കറിയാം. കാരണം അകം മുഴുവനും വേറെ എന്തൊക്കെയോ ഫലമാ പുറത്തോണ്ടിരിക്കുന്നത്. അകം മുഴുവനും മുള്ളുകളാ, ഇഹലോക ചിന്തകളാ, ആഗ്രഹങ്ങളാ. ദൈവം ആഗ്രഹിത ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറത്തു വരാൻ വേണ്ടിയാണ്. അണ്ട് പറയാ, മുന്തിരിങ്ങ കായ്ക്കുമെന്ന് പറഞ്ഞ് അവൻ കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ഹല്ലേലൂയ. ഇത്രയും വർഷം ഏറ്റവും ഉന്നതമായ സ്ഥലം വാങ്ങി അതിൽ കല്ല് പറക്കി വേലി കെട്ടി സൂക്ഷിച്ച് നടത്തി, എല്ലാ വളങ്ങളും ഇട്ടുകൊടുത്തു, ഗോപുരം നാട്ടി ചക്കമിട്ടിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷേ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ. നട്ടത് എന്താണെന്നറിയാമോ? അവിടെ പറയുക, അതിൽ നല്ല മുന്തിരി വള്ളി നട്ടു. നട്ടത് നല്ലതാ. ഹലോ, നട്ടത് നല്ലതാന്ന്. ക്രിസ്തുവിലൂടെ വീണ്ടും ജനിക്കുമ്പോൾ കർത്താവ് ചെയ്തത് വീണ്ടും ജനിപ്പിക്കുക തന്നെ ചെയ്തതാ. പിന്നെ വഴിയാത്രയിലില്ലേ, വഴിയാത്രയിൽ പിശാച് വന്ന് കള വിതച്ച് കളഞ്ഞു അകത്ത്. ഹലോ, ഇതിനകത്ത് ലോകമോഹങ്ങളും ജഡയിച്ഛകളും ലോകം നേടുവാനും മഹത്വം നേടുവാനും കള വിതച്ച് വെച്ചിരിക്കുകയാ. പിന്നെ എങ്ങനെ നല്ല ഫലം പുറപ്പെടുവിക്കാൻ കഴിയും? പുറത്തു വരുന്ന മുഴുവനും ഇതല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? ഹല്ലേലൂയ. നട്ടത് നല്ല മുന്തിരിങ്ങയാണ്, പക്ഷെ കായ്ച്ചതോ നട്ടവന്റെ മിസ്റ്റേക്ക് അല്ല സഹോദരങ്ങളെ. നട്ടവന്റെ മിസ്റ്റേക്ക് അല്ല അത്. ഹല്ലേലൂയ. വഴിയാത്രയിൽ ഉറങ്ങിയപ്പോൾ മറ്റുള്ളവരെ പറയാനും കഴിയത്തില്ല. നാം ഉറങ്ങിയപ്പോൾ പിശാച് വന്ന് കള വിതച്ചു കളഞ്ഞു. എന്തുറക്കമാ? എഫേസ്യരിലെ 5-ാം അധ്യായം പഠിക്കുമ്പോൾ മരിച്ചവരോട് കൂടെ നമ്മൾ കിടന്ന് ഉറങ്ങാന്ന് അവിടെ 5-ാം അധ്യായം 15-16 വാക്യം പറയുമ്പോൾ മരിച്ചവരുടെ കൂടെ ഉറങ്ങുന്നു. ഹല്ലേലൂയ. താഴേക്ക് പറയുമ്പോൾ ദൈവേഷ്ടം അറിയുന്നില്ലയോ എന്ന് ചോദ്യമാ. എന്താ ദൈവേഷ്ടം അറിയാതെ കിടന്നുറങ്ങുക? ഉറങ്ങുമ്പോൾ ഈ പിശാച് വന്ന് കള വിതച്ച് കളയും. നമ്മുടെ ആഗ്രഹങ്ങളും ചിന്തകളും മോഹങ്ങളും ഈഹലോകം മാത്രമാക്കി വെച്ചിരിക്കും. നട്ടവനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ, അകത്ത് വിത്തിട്ട ജീവന്റെ വിത്ത് എന്തിനു വേണ്ടെന്ന് അറിയാൻ കഴിയാതെ വണ്ണം അതിനെ പുതപ്പിട്ട് മറച്ചു വെച്ചിരിക്കുക ലോകം ഇന്ന്. 7 ദൈവരാജ്യത്തിലെ ഉപമകളെ കുറിച്ച് 13-ാം അധ്യായത്തിൽ മത്തായി പഠിപ്പിക്കുമ്പോൾ അവിടെ നല്ല നിലം നോക്കി നിലം വാങ്ങി, ശരിയാ, പക്ഷേ എന്നിട്ട് വീണ്ടും പുതച്ചിടുകയാ. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുന്നുണ്ട് സഹോദരങ്ങളെ? എവിടെ നമ്മൾ ഉറങ്ങുന്നത് കൊണ്ടാ. നമ്മുടെ ഉറക്കമാ മിസ്റ്റേക്ക്. ദൈവം നമ്മളെ എന്തിനാ എവിടെയാ നട്ടിരിക്കുന്നത്? എന്തിനു വേണ്ടി നട്ടിരിക്കുന്നത്? ഞാൻ ആ സഭയിൽ ഞാൻ എവിടെയാ, ഏത് ഭാഗത്ത് അംഗമാണ്? എന്റെ കൃപാവരം എന്താ? എന്തിനാ ദൈവം എന്നെ ഇവിടെ ഈ ഒരു ശരീരത്തിന്റെ ഒരു അവയവത്തിൽ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഇതൊന്നും അറിയാതെ നാം ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് തന്നെയതല്ല, കള വിതച്ചിട്ട് പോയി. ഹല്ലേലൂയ. പിന്നീട് വരുന്ന മുഴുവൻ കളയുടെ ഫലമല്ലാതെ പിന്നീട് ഒന്നും വെളിപ്പെട്ട് വരത്തില്ല. ഗ്രഹിച്ചു? ഞാൻ 6 മാസം പോലും വേണ്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി മാറ്റുവാനെന്ന് അപ്പോസ്തലപ്രവൃത്തി പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. 6 മാസം പോലും വേണ്ട. പക്ഷേ 6 60 വർഷം കഴിഞ്ഞാലും ഇന്ന് ഒരു ഭക്തനെ, ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാമെങ്കിൽ ഒരു പെടാപ്പാട് തന്നെയാ. കാരണം കളകൾ വിതച്ചിട്ടിരിക്കുക അകത്ത് മുഴുവനും. അത് പറിക്കുമ്പോഴുണ്ടല്ലോ കിടന്ന് പൊളക്കുകയാ, കിടന്ന് വിറക്കുകയാ. ഹലോ, ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ആ കളകളെ തൊടുമ്പോൾ അവിടെ ക്ലാഷ് ആകുകയാ. അവിടെ എന്നുമാകട്ടെ അവിടെ ദൈവം ആ യജമാനൻ നട്ടത് ആ വലിയൊരു മനോഹരമായ നല്ല ഒരു ഫലം തൈയായിരുന്നു. പക്ഷേ മുളച്ചതോ കാട്ടുമുന്തിരിങ്ങ. നമുക്കറിയാം ഏത് ഫലത്തിനകത്തും ഒരു മാങ്ങപ്പഴം എടുത്താൽ അതിനകത്തൊരു ജീവന്റെ വിത്തുണ്ട് അല്ലേ? ഏത് ഫലത്തിനകത്തും ഒരു ജീവന്റെ വിത്തുണ്ട്. ഇന്ന് കർത്തൃ ഈ ഓഫറിങ് എടുത്തപ്പോൾ അതൊരു വിത്തുണ്ട്. ആ വിത്തിനകത്തൊരു ജീവനുമുണ്ട്. ഏത് വിത്തിനകത്ത് എന്തുണ്ടെന്ന് അറിയാമോ? ഒരു ഫലം, ഒരു മാങ്ങ എന്നൊരു ഫലമില്ലേ, മാങ്ങ, അതിനകത്ത് എന്തുണ്ട്? ഒരു വിത്തിരിക്കുന്നുണ്ട്. ആ വിത്തിനകത്ത് എന്തുണ്ട്? ജീവനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ 4500 വർഷങ്ങൾ പഴക്കമുള്ള മമ്മിയുടെ ശവശരീരങ്ങൾ പൊട്ടിച്ചെടുക്കുമ്പോൾ
അല്ലേ? ആ പിരമിഡ് പൊട്ടിച്ചൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് അത്രയും വർഷം പഴക്കമുള്ള പയറുമണികൾ അതുപോലെ ഇരിക്കുകയാണ്. കാരണം ഫലമില്ല അതിന്. എങ്ങനെയാണോ 4000 വർഷങ്ങൾക്ക് മുമ്പ് കടയിൽ പോയി 1 കിലോ പയർ മേടിച്ച്, അല്ലേ, എങ്ങനെ വെച്ചോ അതുപോലെ അവിടെ ഇരിക്കുക. ഇത്ര 4500 വർഷമായിട്ടും ആ മമ്മിയുടെ ശവകുടീരത്തിനകത്ത് അതങ്ങ് വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ അതിൽ ഒന്നെടുത്തിട്ട് അതിനെ പ്രോസസ്സിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ, ഒരു കുഴി കുഴിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കഴിക്കുമ്പോൾ, വെയിലും ചൂടുമേറ്റ പ്രഷർ അടിക്കുമ്പോഴുണ്ടല്ലോ, ആ സ്കിന്നങ്ങോട്ട് പൊളിയുമ്പോഴുണ്ടല്ലോ, അതിനകത്ത് ജീവൻ പുറത്തു വരികയാണ്. ആ ജീവൻ വളരാൻ തുടങ്ങും. ഇതുവരെ കാണാത്ത ഒരു ഉരുണ്ട പയറുമണി പിന്നീട് ഒരു വൃക്ഷമായി മാറുകയാ, വേറൊരു ശരത്തിൽ മാറ്റപ്പെടുകയാ, വേറൊരു രൂപത്തിൽ മാറ്റപ്പെടുകയാ. ഹല്ലേലൂയ. പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ അതിനകത്ത് പൂത്ത് കായ്ച്ച് ഫലം കായ്ക്കുന്നത് കാണാൻ കഴിയും. ഇന്ന് അനേകരും ആ ശവകുടീരത്തിനകത്തിരിക്കുന്ന പയറുമണികൾ പോലെ ഇരിക്കുകയാ. ദൈവം അതിനുവേണ്ടി എല്ലാ സഹോദരങ്ങളെ നമ്മളെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തിയിൽ യഹോവ മനുഷ്യൻ ഉണ്ടാക്കുമ്പോൾ അവന്റെ ഹൃദയത്തിനകത്തൊരു സ്വപ്നമുണ്ട്, നഷ്ടപ്പെട്ടു പോയി പാപനിമിത്തം. ഒരു പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിന്റെ ജീവൻ തകർത്തുകൊണ്ട് അവൻ നമ്മെ വീണ്ടും പണിതെടുത്തു. ഒരു ജീവൻ ഇതിനകത്ത് വിട്ടു തന്നു, അതിന്റെ ഫലം കായ്ക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് കടന്നു പോകുക. ഏത് വിത്തിനകത്തും ഒരു ജീവനുണ്ടെന്ന കാര്യം മറന്നു പോകരുത്. വ്യത്യസ്തമായ ഒരുപാട് ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടാൻ കഴിയും. ആത്മാവിന്റെ ഫലം, വ്യത്യസ്തമായ ഒരുപാട് ഫലങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ അതിൽ കുറച്ച് മാത്രം നിങ്ങളോട് സംസാരിക്കുക. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട ഫലങ്ങളിൽ ഒന്ന് ആത്മാവിന്റെ ഫലമാണ്. ഗലാത്യർ 5-ാം അധ്യായം, ഗലാത്യർ 5-ാം അധ്യായത്തിൽ 22-ാം വാക്യം പറയുന്നുണ്ട്, ആത്മാവിന്റെ ഫലമോ സ്നേഹം. ഓക്കെ, എന്തുമാവട്ടെ, നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുക. ഈ ആത്മാവിന്റെ ഈ പറഞ്ഞ ഫലങ്ങൾ മുഴുവനും ഇന്ദ്രിയജയം വരെ ഈ വകക്ക് വിരോധമായ ഒരു ന്യായപ്രമാണമില്ലെന്ന് പറയുന്നവരെ സകലവിധമായ ഈ ഫലങ്ങളല്ല ഫലവും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതാണ്. ഹല്ലേലൂയ. ഇത് വിത്ത, ഇതകത്ത് വെച്ചത് വിത്ത. ആത്മാവിനെ വീണ്ടും ജനിപ്പിച്ചത് അതേ ആത്മാവിന്റെ ഫലം എന്നിലും നിങ്ങളിൽ വെളിപ്പെടാൻ വേണ്ടിയാ. നേരത്തെ കർത്തൃമേശ പറഞ്ഞതുപോലെയൊക്കെ ഷഡ്യവും കലഹവും ഒക്കെ അത് ഭോഗേച്ഛകളിൽ നിന്ന് പോകി വരികയാ സഹോദരങ്ങളെ. നിങ്ങൾ ആരെയാകുമെന്ന് ഉപദേശിക്കുന്നതൊക്കെ പറഞ്ഞു അപ്പോസ്തലന്മാർ പറഞ്ഞതുപോലെ ആരെയാ നിങ്ങൾ ഉപദേശിക്കുന്നത്? ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലം, ഒന്നാമത്തെ വിഷയം, നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലം ഉണ്ടാകണം. ഞാൻ അൾട്ടിമേറ്റ് പിന്നീട് ലാസ്റ്റ് പറയാം. 2, ആത്മാക്കളുടെ ഫലം. ആത്മാവിന്റെ ഫലമല്ല, ആത്മാക്കളുടെ ഫലം രണ്ടാം നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം, റോമർക്കെതിരെ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം പറയുക. റോമർ 1:13. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ലം ഫലമുണ്ടാകേണ്ടത് നിങ്ങളുടെ വരുവാൻ പലപ്പോഴും എന്ന് പറഞ്ഞാൽ, ജാതികളെ ക്രിസ്തുവിന് വേണ്ടി നേടണമെന്നുള്ള ഫലം. ഹല്ലേലൂയ. ജാതികളെ, മനുഷ്യരെ, ദൈവത്തെ അറിയാത്തവരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ ദൈവം നമ്മളിൽ നിന്നൊരു ഫലം ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, ഇഷ്ടം പോലെ വേണ്ട ഒരുപാട് ഫലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊരു ചെറിയ 8 കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചതാ. ഒന്ന്, ആത്മാവിന്റെ ഫലം, പരിശുദ്ധാത്മാവിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞ പോലെ എന്താ പറയുക, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയജയം എന്ന് പറയുന്ന ആത്മാവിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് സ്വർഗം ആഗ്രഹിക്കുക. അതിനിടയില ശണ്ഡവും കലഹങ്ങളൊക്കെ വെളിപ്പെട്ട് വരുന്നത്. ഒരു മാത്തുമേൽ, ഒരു മാവ് മരത്തുമേൽ നല്ല മൂവാണ്ടല്ലേ സേലം മാങ്ങ വിളഞ്ഞു കിടക്കുക. അതിനിടയിൽ ഏതെങ്കിലും വേറൊരു സ്ഥലം തൂങ്ങിക്കിടന്നാൽ നിങ്ങൾ എന്ത് പേക്കോലമായിരിക്കും അതിൻ്റെത്, അല്ലേ? ഇത് തന്നെ പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന ഈ ഫലത്തിനിടയിൽ ചില ചണ്ടയും കലഹങ്ങളൊക്കെ വെളിപ്പെട്ട് വരുമ്പോൾ ഒന്നോർക്കണം സഹോദരങ്ങളെ, അത് ദൈവത്തിന്റെ കണ്ണിൽ ഏറ്റവും ലക്ഷ്യമത തന്നെയാ. ഇന്നലെ ഞങ്ങൾ പഠിച്ചതാ, പാപം, അകൃത്യം, പിന്നെന്താ, ലംഘനം. 3 പാപത്തെക്കുറിച്ച് ബൈബിൾ ഉൽപ്പത്തി മുതൽ പഠിക്കുന്ന 3 വാക്യങ്ങളാണ്. അതിൽ അകൃത്യം ഞങ്ങൾ ഇന്നലെ ഡെലിവറൻസ് ക്ലാസ്സിൽ പഠിച്ചതാ. പാപത്തെ 3 വ്യത്യസ്തമായ പാപം കുറവുകൾ, അല്ലേ? ഒന്ന്, പാപം ആയിട്ട് ദൈവം കാണുന്നു, ഹമാഷെ, ലക്ഷ്യം തെറ്റിപ്പോകുക എന്ന വാക്യം. 2, ലംഘനം, പാപത്തെ, ലോലെസ്നെസ് എന്ന് പറയുന്ന വചനം ലംഘിക്കുക എന്ന് പറഞ്ഞ കാര്യം. പക്ഷെ 3-ാമത്തെ ഒരു കാര്യമുണ്ട്, അകൃത്യം. അതിന് ഞാൻ തപ്പിട്ട് എനിക്കൊരു വാക്ക് കിട്ടിയില്ല, അതിന് തുല്യം നിൽക്കുവാൻ പഠിപ്പിക്കാൻ വേറൊരു വാക്കില്ല, ഒറ്റ വാക്കേ കിട്ടിയുള്ളൂ, ചൊറുത്തവളെ എന്നല്ലാതെ അതിന് വേറെ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല.
ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലായോ? നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ചൊറുത്തവളനെ വളർത്തുന്നുണ്ടോ? കാണുമ്പോൾ നിങ്ങൾ എങ്ങനെയാ എന്ന് പറഞ്ഞ് ഒളിച്ചോടിപ്പോവും, അല്ലെ ഓടിക്കളയും. അത്രയ്ക്ക് മറപ്പ അകൃത്യം ഒരുവന്റെ ഹൃദയത്തിൽ കിടക്കുന്നത്. ഹല്ലേലൂയ. ഇതിനെ കേട്ടവർക്ക് ഭയങ്കര വിടുതല ആ ക്ലാസ് കേട്ടപ്പോൾ. ഹല്ലേലൂയ. എന്തുമാകട്ടെ, രണ്ടാമത് ആത്മാക്കളുടെ ഫലം. ഞാനും നിങ്ങളും ദൈവം വിളിച്ചിരിക്കുന്നത് ആത്മാക്കളെ കൊടുക്കാൻ വേണ്ടിയാ. നാം വീണ്ടും ജനിച്ചെങ്കിൽ നാം ഫലം ചെയ്തിരിക്കും. എന്റെ വാക്ക് ശ്രദ്ധിക്കണം. നാം വീണ്ടും ജനിച്ചവരാണെങ്കിൽ, ആ സത്യസുവിശേഷം എൻ്റെ അകത്ത് വന്ന് എൻ്റെ അകത്ത് വീണ്ടും ജനനം സംഭവിച്ചെങ്കിൽ, എൻ്റെ അകത്ത് ആത്മാവിൽ ആ ദീപം വീണ്ടും ഊതി കത്തിച്ചിട്ടുണ്ടെങ്കിൽ, ആ ജീവന്റെ വിത്ത് എൻ്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഫലം പുറപ്പെടുവിച്ചിരിക്കും. ഇല്ലെങ്കിൽ ഒന്ന് പരിശോധിക്കേണ്ടി വരും. ഹല്ലേലൂയ. തണുത്തുറഞ്ഞു പോയിരിക്കാം, ഇല്ലെങ്കിൽ കരിക്കട്ട പോലെ ആയിരിക്കാം. ഏതുമാകാം നമുക്ക്. ദൈവം ആഗ്രഹിക്കുന്നത് അതിനാവശ്യമായ മുഴു സാധനങ്ങളും മുഴുവനും എല്ലാം നമ്മുടെ അകത്ത് ദൈവം വെച്ചിട്ടുണ്ട്. എന്താ പറയുക, എല്ലാ പ്രൊവിഷനും നമ്മുടെ അകത്ത് ദൈവം വെച്ചിട്ടുണ്ട്. ഫലം പുറപ്പെടുവിക്കാൻ ആവശ്യമായതല്ല. കുന്നിൻ മുകളില ഏറ്റവും ഫലവത്തായ സ്ഥലത്ത്, ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലത്താ എന്നെ നിങ്ങളെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. 2, ആത്മാക്കളുടെ ഫലം. നിങ്ങൾ ജാതികൾ എന്ന പോലെ നിങ്ങളിലും ഫലം കായ്ക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. 3, അധരഫലം എന്ന് പറയുന്ന ഒരു ഫലം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതാണ്. വായിൽ നിന്ന് എപ്പോഴും എന്ത് പറയണം? സ്തോത്രം, നന്ദി പറയണം. ഒരുപക്ഷെ ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണം മാത്രമേ ദൈവം നമ്മുടെ കയ്യിൽ ഉണ്ടാകത്തുള്ളൂ. ബാക്കി ദാരിദ്ര്യമായിരിക്കാം. ആ ഒരു നേരം കഴിക്കണം പറയണം, കർത്താവേ തന്നതിനായി സ്തോത്രമെന്ന്. വയറ് നിറച്ച്, അല്ലേ? എന്നിട്ട് പറയും എന്തെന്നൊക്കെ അങ്ങനെ പറയല്ലേ? അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ഫുഡ്. ഇന്നത്തെ പ്രശ്നം എന്ന് പറയാൻ ഫുഡ് ഇല്ലാത്തതല്ല പ്രശ്നം, ഭക്ഷണം ഇല്ലാത്തതല്ല ഈ തലമുറയുടെ പ്രശ്നം. എന്ത് കഴിക്കുമെന്നുള്ളത് ആ പ്രശ്നം ഇന്ന്. കാരണം നിരത്തി വെച്ചിരിക്കുക അതിനകത്ത്. എന്നിട്ട് ആ പിറുപിറുപ്പ്, നന്ദിയില്ലാത്ത, നന്ദി പോലും പറയാൻ കഴിയാത്ത അനുഭവങ്ങളൊക്കെ. ദൈവസന്നിധിയിൽ എപ്പോഴും നന്ദിയുള്ളതായിരിക്കണം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായിരിക്കാം, ജോലി നഷ്ടമായിരിക്കാം, നൽകിയ സാമ്പത്തികം, എന്തുമാകട്ടെ, ഏത് സാഹചര്യത്തിലും നന്ദി പറയാൻ കഴിയുന്നൊരു മനസ്സുണ്ടോ, അതാ ദൈവത്തിന്റെ യഥാർത്ഥമായി ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങളിൽ ഒന്ന് ഫലം. ഹല്ലേലൂയ. ഏത് സാഹചര്യങ്ങളിലും അത് നന്മയാവട്ടെ തിന്മയാകട്ടെ, നമ്മുടെ കണ്ണില, ദൈവത്തിന്റെ കണ്ണിൽ എല്ലാം നന്മ തന്നെയാണ്. കാരണം നമ്മെ അവനെ ക്രിസ്തുവിനെ പോലെ ആക്കി മാറ്റുവാൻ അതേ വഴിയിൽ കൂടി കടന്നുപോയാൽ മാത്രമേ കഴിയത്തുള്ളൂ. ഞങ്ങൾ ഇന്നലെ സംസാരിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ അകത്തുള്ള സ്വയം പാപം, നമ്മുടെ അകത്തുള്ള സ്വയത്തിലെ ശക്തി, പാപത്തിലെ ശക്തി, ഞാനെന്നുള്ള, അല്ലെ, അമ്പട ഞാനേ എന്ന് പറയുന്ന ഞാൻ്റെ ശക്തി തകർക്കുവാൻ ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക്. ഇന്നലെ ഞങ്ങൾ രാവിലെ സംസാരിച്ചതാ. ഈ മലയാറ്റൂർ പള്ളിയിലേക്ക് ചില സമയമാകുമ്പോൾ റോട്ടിൽ കൂടി ആൾക്കാർ പോകുന്നത് കാണാൻ പറ്റും. കാവ്യൊക്കെ കൊടുത്തുകൊണ്ട്, അല്ലേ? അവർ ചില ആൾക്കാരൊക്കെ ചിത്രമുള്ള കുഞ്ഞു കുരിശും ചുമന്നുകൊണ്ട് ഇങ്ങനെ പിടിച്ചോണ്ട് പോകും. ചിത്രമുള്ള അവരുടെ കുരിശ് ഒരു 10 ഗ്രാം പോലും ഉണ്ടാകത്തില്ല കുരിശ്, അല്ലേ? ചില കുരിശ് അവരിങ്ങനെ പിടിച്ചുകൊണ്ട് കൂടെയുള്ള കൂട്ടുകാരോടൊക്കെ തമാശയും പറഞ്ഞ്, സിനിമാ കഥയും പറഞ്ഞ്, ഭാവിയും പറഞ്ഞ്, അവരെ ചിരിച്ചും കളിച്ചും അവരങ്ങോട്ട് പോകും. മലയാറ്റൂർക്ക് പോകും. എന്നാൽ ചിരി വേറെ ആൾക്കാരുണ്ട്. 10-20 അടി നീളമുള്ള മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ 10, 200, 300 തൂക്കമുള്ള ആ കുരിശും ചുമന്നുകൊണ്ട് വലിച്ചോണ്ട് ചില പോകുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. അവർക്ക് കൂടെ നിൽക്കുന്നവരോട് കുശലം പറയുവാനോ, മറ്റുള്ളവരെ കുറ്റം പറയുവാനോ, മറ്റുള്ളവർ നിന്ദിക്കാനോ, ഭാവി കാര്യം പറയുവാനോ അവർക്ക് നേരമില്ല. ഈ കുരിശ് എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കുക മാത്രമേ അവർ ലക്ഷ്യമുള്ളൂ. ദൈവം നമ്മുടെ മേലും ഒരു കുരിശ് ഏൽപ്പിച്ചിട്ടുണ്ട്. ക്രൂശ് എത്രത്തോളം ക്രൂശിന്റെ കട്ടി കൂടുന്നുവോ അത്രത്തോളം എന്നെ സ്വയം തകരപ്പെടും, അത്രത്തോളം ഞാൻ തകർന്ന് തരിപ്പണമായി തീരും. എന്നാലും വന്നവർക്കറിയാം അതിനെക്കുറിച്ച്. വേറെ മാർഗമില്ല സഹോദരങ്ങളെ. കൈവച്ച മാറുന്നതല്ല അതൊന്നും. എന്റെ സ്വയത്തിലെ ശക്തി, എന്റെ കാപട്യം, കപടത, എന്റെ നികളങ്ങളൊക്കെ കൈവച്ചാ വെച്ച് പോകുന്ന പരിപാടിയല്ലത്. ദൈവം നമ്മുടെ മേൽ എത്രത്തോളം ശക്തി കൂട്ടുന്നുവോ അത്രത്തോളം ഞാൻ എന്റെ പാപത്തിന് പുറത്തു വന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവം നമ്മളെ അതുപോലെ തീയിൽ കൂടി, സംഗീതക്കാരൻ പറയുന്നുണ്ടല്ലോ, തലയമേൽ മനുഷ്യരെ നടക്കുമാറാക്കും. ചില സമയം നമ്മുടെ മേൽ നിന്നെ ഞാൻ വെള്ളത്തിൽ കൂടെ കടത്തിവിടും, തീയിൽ കൂടി കടത്തിവിടും, എന്നാലും ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കും. എന്തിനാ സഹോദരങ്ങളെ? ഫലം കാണാൻ വേണ്ടിയാ. ചെത്തി വെടുപ്പാക്കുന്നത് ഫലം കായ്ക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഇവിടെയും നമ്മൾ പിറുപിറുക്കാതെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ മടങ്ങി വരുവാൻ ഒരു അവസരം നമുക്കുണ്ട്.
5, 10, 15, 20, 50 വർഷമായാലും നമുക്ക് ഫലം കായ്ക്കാതെ ഒരു പടുവൃക്ഷമായി നിൽക്കാൻ നമുക്ക് വേണമെങ്കിൽ, ഹല്ലേലൂയ, എന്നാൽ വചനം കേൾക്കുമ്പോൾ ഹൃദയം നുറുങ്ങിയിട്ട് പറ, കർത്താവേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് എന്നെ വീണ്ടും അങ്ങയുടെ മകനാക്കി മാറ്റണമേ, ഫലം കൊടുക്കുന്നവനാക്കി മാറ്റണമെന്ന് പൂന്ന് കരഞ്ഞാൽ, നമ്മുടെ വായിൽ നിന്നൊരു വാക്ക് വന്നാൽ ദൈവത്തിന് ആ തത്സമയം ദൈവത്തിന്റെ പ്രവർത്തികൾ ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തുവാകട്ടെ, ഓടിച്ചു വിടുകയാണ്. അധരഫലം എന്ന് പറയുന്ന ഇഷ്ടംപോലെ വാക്കുണ്ട്. എബ്രായ 13:15 പറയുന്നു, അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. യെശയ്യാ 57:19 പറയുക, ഞാൻ അധരങ്ങളുടെ ഫലങ്ങളെ സൃഷ്ടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. 4, വചനത്തിനകത്തൊരു ഫലമുണ്ട്. ഞാൻ നിങ്ങൾ കേൾക്കുന്ന ഒരു വചനം, അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന വചനം, കേൾക്കുന്ന വചനത്തിനകത്ത് വചനത്തിൻ്റെതായ ഒരു ഫലമുണ്ട്. ഹല്ലേലൂയ. മത്തായി 13 വിതക്കാരന്റെ ഉപമയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഫലം, ആ വിത്തുകൾ പുറപ്പെടുവിക്കേണ്ട അത്യാവശ്യമുണ്ട്. നമ്മൾ അത്രയും പറഞ്ഞ് ഞാൻ വിടുകയാണ്. 5, നീതി എന്നൊരു ഫലത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുക. അത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വെളിപ്പെടേണ്ടി വരുന്ന കാര്യമാണ്. ഫിലിപ്പിയർ ലേഖനം 1 അതിലെ 11 വാക്യം പറയുക, നീതിഫലം നിറഞ്ഞവരായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലേ? അധർമ്മമോ മറ്റു മാനുഷ്യം എന്നല്ല പറയുന്നത്, ദൈവത്തിലെ നീതിയുടെ ഫലം. അവൻ കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി, പാപിയായി എനിക്ക് വേണ്ടി, ശത്രുവായി എനിക്ക് വേണ്ടി, അവൻ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ അവനിൽ വിശ്വസിക്കുമ്പോൾ അവൻ എനിക്ക് തരുന്ന നീതി, അതിനൊരു ഫലമുണ്ട്. സമാധാനം എന്ന് പറയുന്ന ഫലങ്ങൾ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ നീതിയുടെ ഫലം നാം പുറപ്പെടുവിക്കണം. 6, മാനസാന്തരത്തിനും ഒരു ഫലമുണ്ട്. മത്തായി 3:8 പറയുക, മാനസാന്തരത്തിനായ യോഗ്യരായ ഫലം കായ്പിൻ. നമ്മളൊക്കെ അറിഞ്ഞു അറിയൊക്കെ പാവം വന്നു പോകുന്ന ആൾക്കാരാ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാറുണ്ട്. പലപ്പോഴും നമ്മുടെ വിചാരം, രാത്രി കിടക്കപ്പായി പോയിരുന്നിട്ട്, കർത്താവേ ഞാൻ ഇന്ന് അവിടെ നോക്കി, ഞാൻ ഇവിടെ നോക്കി, ക്ഷമിക്കണമേ, പുത്രന്റെ രക്തത്താൽ ഞാൻ കഴുകി ശുദ്ധനാക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കിടന്നുറങ്ങും. ഇത് സ്ഥിരം പതിവായി നമുക്ക് മാറിയിരിക്കുക. വിശ്വാസ കുളത്തിനിടയിൽ യഥാർത്ഥ മാനസാന്തരം എന്താണെന്ന് ഇന്നും അറിയാതെ കിടക്കുകയാണ്. നമ്മുടെ വിചാരം, കർത്താവിനോട് എന്ത് വേറ്റു പറഞ്ഞാൽ അവൻ നമ്മളെ കുളിപ്പിച്ച് അവൻ കഴുകി നിർത്തുമെന്ന. ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പാപമേറ്റു പറഞ്ഞാൽ ആ പാപത്തെ ദൈവം കാണുന്ന പോലെ ഞാൻ കണ്ട് വെറുത്തുപേക്ഷിക്കുന്നില്ല എങ്കിൽ, ഞാൻ ഏറ്റു പറഞ്ഞാൽ ആ പാപം ദൈവം ക്ഷമിക്കുന്നില്ലെന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് എന്തോരം പ്രാർത്ഥനക്കാരാണ് നമ്മളൊക്കെ പ്രാർത്ഥിച്ച് കൂട്ടിവെക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ട് ഈ മതിലിന്റെ അപ്പുറത്തേക്ക് പ്രാർത്ഥന പോകത്തില്ല. 1 സ്വരം മേഘമണ്ഡലവും ആകാശമണ്ഡലം കാണുന്ന സ്വർഗത്തിലേക്ക് എത്തുന്നത് പോലുമില്ല. ഈ മതിലിന്റെ അപ്പുറത്തേക്ക് ഈ പ്രാർത്ഥനകൾ പോകുന്നില്ല. കാരണം എൻ്റെ അകത്ത് അകൃത്യം കരുതി വെച്ചിരിക്കുക. ഞാൻ ചെയ്ത പാപം ഏറ്റുപറഞ്ഞു, പക്ഷേ അത് വെറുത്തുപേക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? അപ്പൊ അതുകൊണ്ട് മനസ്സാന്തരത്തിന് യോഗ്യമായ ഒരു ഫലം നമ്മുടെ ജീവിതത്തിൽ വേണം. എന്തുകൊണ്ട് പ്രാർത്ഥിച്ച് വർഷങ്ങളായില്ല നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ട് ഫലമില്ല സഹോദരങ്ങളെ? യഥാർത്ഥത്തിൽ എന്താണ് നമ്മെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? വെറും ഏറ്റു പറഞ്ഞാൽ മാത്രം പോരാ. ദൈവം കാണുന്നത്, ആ പാപത്തെ ദൈവം കാണുന്നത് പോലെ ഞാനും നിങ്ങൾ കാണുവാൻ പഠിക്കണം. അതിനെ വെറുക്കുവാൻ പഠിക്കണം. ഹല്ലേലൂയ. ഒരുപക്ഷെ പാപത്തിന് ശക്തി നിമിത്തം നാളെ ഒരുപക്ഷെ വീണുപോയേക്കാം. ഞാൻ അതല്ല പറയുന്നത്. ദൈവം കാണുന്നത് പോലെ കാണുവാൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ രക്തം നമ്മളെ കഴുകി ശുദ്ധനാക്കും. ഹല്ലേലൂയ. 7 കാര്യം, അധ്വാന ഫലം എന്ന് പറയുന്ന, നമ്മുടെ ഏത് പ്രവൃത്തിക്കകത്തും ഒരു അധ്വാനമുണ്ട്. 127 സംഘത്തിൽ അത് പറയുന്നുണ്ട്. ഞാൻ വിട്ടുപോകുന്നു. 8, സകല സൽപ്രവൃത്തികൾക്കും ഫലം കായ്ക്കണമെന്ന് വേദപുസ്തകം നമ്മെ അടിവരയിട്ട് പഠിപ്പിക്കുക. ഞാൻ ഇത്രയും പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. ഹല്ലേലൂയ. ഒട്ടനവധി ഫലം കായ്ക്കുന്ന കാര്യങ്ങൾ പുതിയ നിയമത്തിൽ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഒറ്റ കാര്യം പറഞ്ഞ് ദൈവം നമ്മൾ അവസാനിപ്പിക്കുക. യഥാർത്ഥത്തിൽ ദൈവം മനുഷ്യനെ ഉൽപ്പത്തിയിൽ ഉണ്ടാക്കിയിട്ട് ആ ദൈവജീവൻ എന്ന് പറയുന്ന വിത്ത് നമ്മുടെ അകത്തേക്ക് ഇടുമ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ആഗ്രഹമുണ്ട്, ആദമിനെ കുറിച്ചൊരു ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ പാപം നിമിത്തം ആ ആഗ്രഹം നഷ്ടപ്പെട്ടു പോയി ദൈവത്തിന്. പിന്നീട് കാഴ്ച മുഴുവനും കാട്ടുമുന്തിരികയുടെ ഫലമായിരുന്നു, മാനവരാശി മുഴുവനും. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ ഒരു പുതിയ ജനത്തെ വാർത്തുണ്ടാക്കിയിട്ട് പറഞ്ഞു, നമ്മോട് പറഞ്ഞു, ബി ഫ്രൂട്ട്ഫുൾ, ഫലമുള്ളതായി തീരുക. അത് നമ്മുടെ അകത്ത് വീണ്ടും ആത്മാവിനെ കത്തിച്ചു വെച്ചു. ഒരു ഫലം കായ്ക്കാൻ വേണ്ടി അൾട്ടിമേറ്റ് ഒരുപാട് ഫലങ്ങളുണ്ട്. അതെല്ലാം ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. എന്നാൽ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മളെക്കുറിച്ച് ഒരു ഫലം കായ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 22 അതിന് 6 വാക്യം, ഈ ഭൂമിയൊക്കെ കത്തി അഴിഞ്ഞു പോകുന്ന സമയത്ത് പറയുക, സകലം സമാപിച്ചു, അല്ലേ? ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ആദിയും അന്തമാകുന്നു
എല്ലാം സമാപിച്ചിരിക്കുന്നു. 21:6, 21:6. പിന്നെയും അവൻ എന്നോട് അരുൾ ചെയ്തത്, സംഭവിച്ചു തീർന്നു. 7 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഈ ഭൂമി, 7000 വർഷം ആയുസ്സുള്ള ഈ ഭൂമിക്കകത്ത് ദൈവം പറയുക, എല്ലാം സംഭവിച്ചു തീർന്നു. എന്നിട്ട് പറയാ, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവനെ ഞാൻ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ദൈവം തന്റെ പ്രവൃത്തി മനുഷ്യനെ സൃഷ്ടിച്ച് അവൻ ഫലം കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ ഫലം നഷ്ടപ്പെടുത്തിയ തലമുറയിലാണ് നമുക്ക് ജീവിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ഫലമുണ്ട്, അൾട്ടിമേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഫലം. അതാണ് അടുത്ത വാക്യം പറയുന്നത്, 7ാമത്തെ വാക്യം. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ഫലമുണ്ട്. അവിടെ പറയുന്നു, ജയിക്കുന്നവൻ ഇതവകാശമാക്കും. ജയിക്കുന്നവൻ മാത്രം. ഇത് തോറ്റ് തൊപ്പിട്ട് കിടക്കുന്ന തലമുറയിലാണ് നാം എല്ലാം ജീവിച്ചിരിക്കുന്നത്. എവിടെയാ സത്യം, എവിടെയാ നല്ലത് തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല നമുക്ക്. വല്ലാത്തൊരു തലമുറയിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ജയിക്കുന്നവന് അവകാശമാക്കും. എന്താ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഫലം? ഞാൻ അവന് ദൈവവും, നല്ല വാക്ക്, നല്ലത്, ഞാൻ അവന് പിതാവും, അവൻ എനിക്ക് മകനുമായി തീരും, മകളുമായി തീരുമെന്ന ഫലം എന്നിൽ നിന്ന് കായ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. ഒരു ദാസന്റെ ഫലമല്ല, ഒരു അടിമയുടെ ഫലമല്ല, ഒരു നന്മയ്ക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച അരിഷ്ടന്റെ ഫലമല്ല, പലപ്പോഴും ഞായറാഴ്ച മാത്രം കയറിയിറങ്ങി നടക്കുന്ന ഒരു സാധാ ജാതീയ മനുഷ്യന്റെ ഫലമല്ല കായ്ക്കേണ്ടത്. ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ പുത്രന്റെ ഫലം, ആലയത്തോട് ചേർന്ന് ജീവിക്കുന്ന ഫലം. ഹല്ലേലൂയ. ഇന്ന് സൺഡേ മാത്രം വന്നു പോകുന്ന ടൂറിസ്റ്റ് വിശ്വാസികളായി മാത്രം അതപ്പതിച്ചു പോയ തലമുറയാണ് നമ്മുടെ തലമുറ. ജാതികൾ ജീവിക്കുന്ന പോലെ ജീവിക്കുന്ന തലമുറ. ഹല്ലേലൂയ. നമുക്കൊരു മടങ്ങി വരവിന്റെ ദിവസമാണ് ഇന്ന്. ആരും പറഞ്ഞില്ല, ഒന്നും രാമൻ പോലും ഞാൻ കേട്ടില്ല. മടങ്ങി വരവിന്റെ ദിവസം നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫലം നമുക്കുണ്ട്. ഞാൻ ഒന്ന് പറയാം, എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ വന്നിരിക്കുന്നത് ഡുനാമിസ് പവറുള്ള സകല ജീവജാലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് വിളിച്ചു വരുത്തിയ അതേ ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് വാസം ചെയ്യുന്നത്. നല്ലുറപ്പ് ഇതിനകത്തുണ്ട്. ആ ശക്തിയുടെ വലിപ്പം അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ, നിമിഷങ്ങൾക്കുള്ളിൽ ദൈവത്തിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. പാട്ടുകരിക്കും. ഹല്ലേലൂയ. അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. അതല്ല നമ്മുടെ ജീവിതം എങ്ങനെ മാത്രം പോയാൽ മതി, നമ്മുടെ ലോകത്തിലെ എന്താ പറയുക ഭാരങ്ങളും ദുഃഖങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും വേണ്ടി മാത്രമാ നാം ജീവിക്കുന്നതെങ്കിൽ, സഹോദരങ്ങളെ, വായിച്ചതുപോലെ യോഹന്നാൻ 15:6 പറയുക, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ഈ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത്, ഞാൻ പറഞ്ഞു, ഒരു കൃഷിക്കാരൻ ഒരു വാഴ നടുമ്പോൾ അവൻ്റെ അകത്തൊരു ആഗ്രഹമുണ്ട്, 9-10 മാസം കഴിയുമ്പോൾ ഒരു വാഴപ്പഴം കൊടുക്കണമെന്ന്. ആ ഒരു ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. നമുക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവൻ. നിങ്ങൾക്കറിയാമോ, വെളിപ്പാട് പുസ്തകം എടുത്ത് പഠിക്കുമ്പോൾ ഇവിടെ വന്ന് മരിച്ച പാപത്തിന് വേണ്ടി നമ്മുടെ പാപത്തിന് വേണ്ടി വന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി ജീവിക്കുന്ന ക്രിസ്തു ഇന്ന് എങ്ങനെയാ ജീവിക്കുന്ന? അവിടെ തലയും കൊമ്പിട്ട് അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുക. എന്റെ പിതാവേ, എന്റെ മോൻ, അവൻ നാളെ ശരിയാവും, അവൻ നാളെ ഫലം കായ്ക്കും, അല്ലേ? എന്റെ മോൻ, എന്റെ മോള്, അവളെ ഫലമില്ല. പിതാവ് പറയുമ്പോഴൊക്കെ പുത്രൻ പറയും, വെട്ടല്ലേ, അവൻ നിൽക്ക്, കാത്തിരിക്ക്. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ, ദൈവം ആഗ്രഹിക്കുന്ന ഫലം കായ്ക്കാൻ വേണ്ടിയാ. അതിന് അവസരങ്ങൾ നമുക്ക് ദൈവം ഈ ആലയത്തിൽ തന്നെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ദൈവം നമ്മളെക്കുറിച്ച് ശരീരമായി വളർന്നു വരേണ്ട ആൾക്കാരാ. ഇവിടെയാ ക്രിസ്തു പൂർണ്ണമാകുന്നത്, ഇവിടെയാ ക്രിസ്തുവിന്റെ സകല നന്മകളും അനുഗ്രഹങ്ങളും ഒഴുകുന്നത്. കാരണം നമ്മളെല്ലാം ഒരു ശരീരത്തിന്റെ അവയവങ്ങളായി നിൽക്കുമ്പോഴാ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഫലം കായ്ക്കേണ്ടത് നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഫലം. അങ്ങനെയൊക്കെ നമുക്ക് ദൈവം നമുക്ക് എത്തിക്കാം. ഒരു പാട്ടുകാരൊക്കെ പാടുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാനുള്ള സമയമാണ്. കൂടെ പാടണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഹൃദയങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാൻ ഒരു അവസരം ദൈവം നമുക്ക് തരികയാണ്. ഒരുപക്ഷെ ഇന്ന് രാത്രി, ഈ നാളെ നേരം വെളുപ്പിക്കുമോ നമുക്ക് അറിയത്തില്ലല്ലോ. നമ്മുടെ പ്രാണനെ വിളിച്ചാൽ, നമ്മുടെ ആത്മാവിനെ തിരികെ വിളിച്ചാൽ നമുക്ക് പറയേണ്ടതൊന്നും പറയുവാൻ, ചെയ്യേണ്ടത് ചെയ്യുവാനോ ഫലം കൊടുക്കുവാനോ കഴിയത്തില്ലായിരിക്കാം. അതുകൊണ്ട് ഇന്നാകുന്നു സുപ്രധാന ദിവസം. ഈ പാട്ടുകൾ സഹോദരങ്ങൾ പാടുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒന്ന് കണ്ണടച്ച്, എല്ലാ കണ്ണും അടച്ച്, ആരും നോക്കണ്ട. ഹല്ലേലൂയ. എല്ലാ കണ്ണും അടച്ചിട്ട് ഒന്ന് പറ, കർത്താവേ, അങ്ങ് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ഫലമുണ്ടല്ലോ. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞതുപോലെ, ബി ഫ്രൂട്ട്ഫുൾ
ഫലമുളവാക്കുക. പാപനിമിത്തം നഷ്ടപ്പെട്ടു പോയ ആ വിത്തിനെ ക്രിസ്തുവിലൂടെ വീണ്ടും ജീവൻ വയ്പ്പിച്ച് നൽകിയത് ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടിയാണ്. അത് മാത്രമല്ല, ദൈവം ഏതൊക്കെ ആഗ്രഹിക്കുന്നോ അവിടെയെല്ലാം ഫലമുള്ളവരായി തീരാൻ വേണ്ടിയാണ്. കർത്താവ് നമ്മളെ സഹായിക്കണം. ഇന്ന് പകൽ നമ്മളെ കണ്ണുകൾ അടച്ചിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കി, പിതാവേ, ഞങ്ങൾ എവിടെയാ മാറേണ്ടത്? ഞങ്ങൾ എവിടെയാ കളയേണ്ടത്? കർത്താവേ, ഞങ്ങൾ ഉറങ്ങിയപ്പോൾ ആത്മീയമായി വീണ്ടും ജനിപ്പിച്ച് ഞങ്ങളെ സഭയിലാക്കി വെച്ചിട്ട് ഞങ്ങൾ ഉറങ്ങിയപ്പോൾ ദുഷ്ടൻ വന്ന് കള വിതച്ചത് കൊണ്ടാണ് കർത്താവേ ഞങ്ങൾ ദൈവം ആഗ്രഹിക്കാത്ത വേറെ എന്തൊക്കെയോ ഞങ്ങളുടെ ജീവിതത്തിൽ ഫലമായി വെളിപ്പെട്ടു വന്നു. പലപ്പോഴും ഞങ്ങൾ നീ ആഗ്രഹിക്കുന്ന ഫലത്തിലേക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയാതെ വണ്ണം ദൈവം കർത്താവേ ഞങ്ങൾ ദൈവത്തോട് ക്ഷമ പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. അപ്പച്ച, ഇന്ന് പകലിൽ കർത്താവേ അങ്ങയുടെ ചിന്തകൾ, അങ്ങയുടെ ആഗ്രഹങ്ങൾ ഞങ്ങൾ വീണ്ടും നിലക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. കർത്താവിൻ്റെ മഹത്വം വീണ്ടും കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ദൈവപ്രവൃത്തി, ആ ഫലം ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുക. അതരങ്ങൾ ആരെയും പൊങ്ങുന്നുവെങ്കിൽ ഹൃദയത്തിൽ ആരകത്തും ദൈവം ഭാരം നൽകുമെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. ഇത് ദൈവത്തിന് കൊടുക്കേണ്ട ഫലമാ, മനുഷ്യർക്കല്ല, ഒരു സഭയ്ക്കല്ല, ഒരു സംഘടനക്കല്ല ഫലം കൊടുക്കേണ്ടത്. നിങ്ങളെ വീണ്ടെടുത്ത, നിത്യതയ്ക്ക് വേണ്ടി നിങ്ങളെ വിളിച്ച, നിങ്ങൾക്ക് വേണ്ടി പകരക്കാരായി ക്രൂശിൽ മരിച്ച ക്രിസ്തുവിന്റെ ആ സ്നേഹമോർത്താണ്. ഹല്ലേലൂയ. നിൻ സ്നേഹം പ്രാപിപ്പാൻ ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ ഒന്ന് സമർപ്പിച്ചേ, ഒന്ന് ഹൃദയങ്ങളെ പരിശോധിച്ചേ. ദോഷമായി എന്റെ ദൈവത്തിന്റെ ഇഷ്ടമാണ് ഞാൻ ചിന്തിച്ചത്. ദോഷങ്ങൾ പ്രവർത്തിച്ചു, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം ഒന്ന് പറഞ്ഞ സഹോദരങ്ങളെ, ഒരിക്കലും യോഗ്യനല്ല നമ്മള്. ഇത് ലഭിച്ചത് മുഴുവൻ ദാനമാ. സത്യത്തിൽ ഇന്നും അവന്റെ ഫലം കായ്ക്കുവാൻ നമുക്കായിട്ടില്ല സഹോദരങ്ങളെ. മടങ്ങി വരുവാൻ നമുക്ക്. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല
സൽഫലം എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ല ഏഴയേ. എങ്കിലും ഈ ഒന്നോർത്ത് നോക്കിയാ മതി. ഇന്നും തള്ളിക്കളയാതെ, ഇന്നും വെട്ടിക്കളയാതെ ജീവിക്കുന്ന ദൈവകൃപ. നന്ദിയോടെ വാഴ്ത്തും ഞാൻ ഇത്ര നല്ല സ്നേഹമേ. നന്ദിയോടെ വാഴ്ത്തും ഞാൻ. എല്ലാ കണ്ണും അടച്ചിട്ട്, എല്ലാ കണ്ണും അടച്ചിട്ട് പാടിയതുപോലെ നാട്ടൊലുവായി എന്നെ വെട്ടി കാട്ട് അവിടെ ഒട്ടിച്ചേർത്ത് വെച്ചിരിക്കുക. പക്ഷെ ഇന്ന് കായ്ക്കുന്നത് മുഴുവനും മറ്റു ഫലങ്ങൾ പലതുമാ. എന്നാലും അവൻ നമ്മെ സ്നേഹിക്കുന്നു. ഇന്നും നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ അവൻ ഇന്ന് സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ്. നമ്മളെ ഇന്ന് വിശ്വസ്തോടെ കാത്തു പരിപാലിക്കൊണ്ട് തന്നെയാണ്. നാം ഫലം കായ്ച്ചാലും കായ്ച്ചില്ലെങ്കിലും അവൻ്റെ വിശ്വസ്ത സ്വർഗത്തോളം വലിപ്പമുണ്ട്, അവൻ്റെ പുത്രനോളം വലിപ്പമുണ്ട്, അവൻ്റെ ജീവനോളം വലിപ്പമുണ്ട് അവൻ്റെ വിശ്വസ്തതയ്ക്ക്. ഇന്ന് പകൽ ഞാനും നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് നമ്മുടെ യാതൊരു മിടുക്കുമല്ല സഹോദരങ്ങളെ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നൊരു ഫലമുണ്ട്. അത് വെളിപ്പെടാൻ വേണ്ടിയാ കാത്തിരിക്കുന്നൊരു പിതാ. നമ്മളെ കണ്ണെടുക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല പിതാവേ, അവിടുത്തെ പുത്ര യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളെ തിരഞ്ഞെടുത്തു എന്നല്ല, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ഇന്ന് പകൽ കേട്ട വചനത്തിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവിടെ നിന്ന് വെച്ച ആ വൃക്ഷം എവിടെയാണോ അതിൻ്റെ ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. കർത്താവ് ഞങ്ങൾ മടങ്ങി വരികയാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഫലം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാൻ സ്വർഗം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായതെല്ലാം ഞങ്ങളുടെ ഉള്ളിലേക്ക് അയക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഒരുപാട് പിന്മാറിപ്പോയി, ഒരുപാട് മാറ്റപ്പെട്ടു പോയി. ഞങ്ങൾ സൺഡേ മാത്രം വന്നു പോകുന്ന ഒരു സാധാ ഒരു മനുഷ്യർ, ജാതികളെ പോലുമുള്ള ഒരു കർത്താവ് സാധാ ഒരു മനുഷ്യയായി മാറ്റപ്പെട്ടു നിൽക്കുക. ഞങ്ങൾ മടങ്ങി വരികയാണ്. ഇന്ന് ആരെങ്കിലും ഇതിനകത്ത് മടങ്ങി വരാൻ ആഗ്രഹിച്ചുകൊണ്ട് ഹൃദയത്തിൽ നുറുക്കിക്കൊണ്ട് ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ പിതാവേ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുതകാരം അവരുടെ ജീവിതത്തിൽ ഇന്ന് വെളിപ്പെടുവാൻ ദൈവത്തെ ആത്മാവ് ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങൾ ഒന്നാഗ്രഹിക്കുക, ഈ ജീവിതം ഒരു ചെറിയ ജീവിതമാകാം, ഒരുപക്ഷെ നീണ്ട ജീവിതമാകാം, എത്രയാണെങ്കിലും അത് മുഴുവനും ദൈവം ആഗ്രഹിക്കുന്ന ഫലം കായ്ക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേട്ട വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെ കൂട്ടിവരുത്ത കൃപക്കായി സ്തോത്രം. ഈ ആഴ്ചവട്ടത്തിൽ 1-ാം ദിവസം കർത്താവ് ഞങ്ങൾ കടന്നു വന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ഒരു അപ്പൻ്റെ മക്കളെന്ന പോലെ ഭക്ഷിച്ചല്ലോ. കർത്താവ് ഷാഠ്യവും കർത്തൃമേശ പറഞ്ഞതുപോലെ ആലയത്തിനകത്തിൻ്റെ ദൈവം പണിയുമ്പോൾ അതിനകത്ത് യാതൊരുവിധ കലഹത്തിൻ്റെയും ഷണ്ടയുടെയും വാക്കിൽ കേൾക്കാതിരിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ പണിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പകലിൽ അവിടുത്തെ കാര്യങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുപാട് ബാധ്യതകളും ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് വേദനകളും ഉള്ളവർ ഞങ്ങളുടെ നടുവിലുണ്ട്. കർത്താവെ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർ ഞങ്ങളുടെ നടുവിലുണ്ട്. അവിടെയെല്ലാം ഞങ്ങളുടെ കർത്താവിൻ്റെ അത്ഭുതകരം ഇന്ന് കേട്ട വചനം അവർക്ക് അത് ഫലമായി തീരുവാൻ, അനുഭവമായി തീരുവാൻ കർത്താവിൻ്റെ ജീവിതത്തെ പണിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവ്, ഞങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷത്തോടുകൂടി അവിടുത്തെ വേലയിൽ വർദ്ധിക്കുവാൻ, അവിടുത്തെ കർത്താവ് കൂട്ടായ്മയിൽ വർദ്ധിക്കുവാൻ കർത്താവ് ഞങ്ങൾ എല്ലാവരെയും സഹായിക്കാൻ തക്ക വേണം. എല്ലാ ഇടർച്ചകൾ ഞങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. വന്നവയെല്ലാം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. ഈ ആഴ്ച മുഴുവനും ദൈവത്തിന്റെ ഫലം കായ്ക്കുന്ന മക്കളായി തീരുവാൻ, അതിന്റെ ഫലവും അഥവാ ആത്മാക്കളുടെ ഫലവും ആത്മാവിന്റെ ഫലവും ഒക്കെ കായ്ക്കാൻ തക്ക വേണം അങ്ങയുടെ ആത്മാവ് ഇടയാക്കുന്ന വലിയ കൃപക്കായി സ്തോത്രം ചെയ്യുന്നു, ഏൽപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ആശ്വാസതലകളെ വിളകാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗ കൂട്ടായ്മയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടെയും യേശുവിന്റെ മേഘപ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ചെയ്ത കർത്താവിനെ വിശുദ്ധ കരകളെ ഊതി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ, മാറാനാഥ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.